ചെയ്തു 41 നോക്കിയേ. A structural steel rod has a radius of 10 mm and length of 1 meter. A 100 kilonewton force stretches its along its length. Young's modulus of the structural this is 2 into 10 raised to 11. The percentage strain is about. Okay, percentage strain എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ആണ്, പെർസെൻറ്റേജിലാക്കാൻ ഇൻറ്റു 100 ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് യങ്സ് മോഡുലസ്. സോ എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ചെയ്താൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് divided by strain. So strain is equal to stress divided by Young's modulus. So what is stress? എന്താണ് stress? Force by area. അല്ലെ, stress is force by area. So stress എന്ന് പറയുന്നത് force by area ആണ്. So നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട് and force is given. Force and radius is given in the question. Question force ഉം റേഡിയസും തന്നിട്ടുണ്ട്. We are asked to find out stress. Then we can find strain. Okay. So stress എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? Stress is equal to force by area, that is 100 kilonewton, 100 into 10 raised to 3 by radius by pi r square ചെയ്യണം area. So pi into that will be 3.14 into 10 millimeter ആണ് radius. So that is 10 into 10 raised to minus 3 the whole square. 10 into 10 raised to minus 3 the whole square. So stress is 100 into mole, 100 into 10 raised to 3 ഉണ്ട്. താഴെ 10 raised to minus 2 ഉണ്ടാവും, അതിന്റെ സ്ക്വയർ വരും 10 raised to minus 4. അത് മുകളിലോട്ട് പോയാൽ 10 raised to 4 ആയിട്ട് മാറും. സോ മുകളിൽ ടോട്ടൽ വരെ 10 raised to 9 ആണ്. സോ 10 raised to 9 divided by pi എന്ന് വരും. Okay, 10 raised to 9 divided by pi. ഇതിനെ വേണമെങ്കിൽ 10 into 10 raised to 8 divided by pi എന്ന് എഴുതാം. ഈ 10 by pi എത്രയാണ്? ഈ പൈന്റെ സ്ക്വയർ നമ്മൾ ഫിസിക്സിലൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് എഴുതാറുണ്ട്? പൈ സ്ക്വയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 അല്ലെങ്കിൽ ജി ഒക്കെ എടുക്കാറുണ്ട്. ചില സിറ്റുവേഷനിൽ ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് പൈ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാറുണ്ട്. അത് എക്സാക്ട് വാല്യൂ അതായതുകൊണ്ടല്ല, പൈ ഒരു ഇറാഷണൽ നമ്പർ ആണെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ അപ്രോക്സിമേഷൻ കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് 3 സ്ക്വയർ എത്ര 9 ആണ്. അപ്പോ പൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3.14 ദി ഹോൾ സ്ക്വയർ അല്ലെ, അതെന്താണ് ഏകദേശം 10 അടുത്ത് വരും. 9.8 സംതിങ് ആണ് വരാറുള്ളത്. സോ നമ്മൾ അതിനെന്തെടുക്കാറുണ്ട്? ഇപ്പോ പ്രത്യേകിച്ച് ഈ സംഭവങ്ങളൊക്കെ വരുന്നത് എ സിയിലൊക്കെ ഈ അപ്രോക്സിമേഷൻ നല്ല എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എ സിയിൽ നമ്മൾ എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ എന്ന് വരും. ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താ? 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്. അപ്പോൾ അതിനകത്ത് എന്ത് വരും? പൈ മോളിൽ വരും. അതേപോലെ എക്സ് സി അല്ലെ, എ സിയിൽ പഠിച്ചിട്ടുണ്ടാവും 1/c ഒമേഗയാണ് കപ്പാസിറ്റി റിയാക്ടൻസ്. സോ അതിനകത്ത് പൈ വരെ താഴെയാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ 1/π എന്ത് എഴുതാറുണ്ട്? പൈ സ്ക്വയർ 10 എഴുതിയിട്ട് അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ 1/π നമ്മൾ π/10 എഴുതാറുണ്ട്. സോ മുകളും താഴെയും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴത്തെ പൈ സ്ക്വയർ ആവും, അതിന് നമ്മൾ അങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി പൈയും 10ഉം കട്ടായി പോയാൽ ഒരു പൈ ബാക്കി ഉണ്ടാവും. സോ 3.1 ഓർ 3.2 മുകളിൽ ബാക്കി ഉണ്ടാവും. സോ സ്ട്രെസ് കിട്ടി 3.1 into 10 raised to 8. സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ചെയ്താൽ പോരെ. സോ ഇറ്റ് വിൽ ബി 3.1 into 10 raised to 8 divided by യങ്സ് മോഡുലസ് എത്രയാണ്? 2 into 10 raised to 11. 2 into 10 raised to 11 ആണ് സ്റ്റീലിന്റെ യങ്സ് മോഡുലസ്. ദാറ്റ് ഈസ് 2 into 10 raised to 11. നമ്മളോട് പെർസെന്റേജിലാണ് ചോദിച്ചത്. പെർസെന്റേജ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു 100 കൂടി ചെയ്യണം. ദിസ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജിൽ കിട്ടും. ഓക്കെ, സോ മോളില് 10 raised to 8 ഉണ്ട്, ഒരു 100 വന്നു, അപ്പൊ 10 raised to 10 ആയി.
സോ 10⁻10 ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ ഒരു 10⁻1 താഴെ ഉണ്ടാവും. സോ 3.1/20 അതല്ലെങ്കിൽ 3.1 divided by 2 into 10⁻⁻. So it will be 1.55 into 10⁻⁻1 or 0.15%. 0.155% approximation ആണ്, ചെറിയൊരു approximation യൂസ് ചെയ്തിട്ട് അതിനോട് ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ചൂസ് ചെയ്താൽ. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദി ലോഡ് വേഴ്സസ് എലോങ്ങേഷൻ ഗ്രാഫ് ഫോർ 4 wires ഓഫ് സെയിം ലെങ്ത് ആൻഡ് മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ ആർ ഷോൺ ഇൻ ദി ഫിഗർ. ലോഡ് വേഴ്സസ് എലോങ്ങേഷൻ കർവാണ്. സോ ലോഡ് വേഴ്സസ് എലോങ്ങേഷൻ ആണ്, എലോങ്ങേഷൻ വേഴ്സസ് ലോഡ് അല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക, ചിലപ്പോൾ തിരിച്ച് ഗ്രാഫ് വരും. സോ എലോങ്ങേഷൻ വേഴ്സസ് ലോഡ് അല്ല, ലോഡ് വേഴ്സസ് എലോങ്ങേഷൻ ആണ്. The thinnest wire is represented by. Thinnest wire is represented by. So thinnest wire എന്ന് പറയുമ്പോൾ റേഡിയസ് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏറ്റവും കുറഞ്ഞത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ y ആക്സിസിലെ ലോഡാണ്, x ആക്സിസിലാണ് എലോങ്ങേഷൻ. സോ നമുക്കറിയാം എലോങ്ങേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, FL/AY. ഇത് എവിടുന്നാണ് കിട്ടിയത്? നമ്മൾ മറ്റേ ലൈക്ക് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അല്ലെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എ. റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടും ഡെൽറ്റ എൽ എലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു FL/AY. സോ ഫ്രം ദിസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? നമ്മളോട് ഏരിയ ആണല്ലോ ചോദിച്ചത്. ഏരിയ ഈസ് ഈക്വൽ ടു F/delta L into L/y എന്ന്. F/delta L into L/y. സോ L സെയിം ആണ്, എല്ലാവർക്കും സെയിം മെറ്റീരിയൽ ആണ്, അപ്പൊ യങ്സ് മോഡുലസും സെയിം ആണ്. സോ ഏരിയ ആർക്കായിരിക്കും കൂടുതൽ? F/delta L. ഫോഴ്സ് ബൈ ഡെൽറ്റ എൽ, ഫോഴ്സ് ബൈ എലോങ്ങേഷൻ അല്ലെ. ഫോഴ്സ് ബൈ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഗ്രാഫാണ്. ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്താണ്? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ y is equal to mx plus c ല് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതായതുകൊണ്ട് y ഇന്റർസെപ്റ്റ് 0 ആണ്. സോ y ഈക്വൽ ടു mx എന്ന് വരും. y ബൈ എക്സ് ആണ് എന്ത് വരുന്നത്? സ്ലോപ്പ് വരുന്നത്. y ബൈ എക്സ് ആണ് സ്ലോപ്പ് വരിക. ഇപ്പൊ ലോഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ y ബൈ എക്സ്, അത് അതിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, സ്ലോപ്പ് ആണ്. സോ ആർക്കാണ് ഏരിയ കൂടുതൽ ഉണ്ടാവുക? ഹു വിൽ ഹാവ് മോർ ഏരിയ? ദി വൺ വിത്ത് മോർ സ്ലോപ്പ്. ഓക്കെ, ഇതിനകത്ത് ആർക്കാണ് കൂടുതൽ സ്ലോപ്പ്? F/delta L എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. ദിസ് ഇസ് ദി സ്ലോപ്പ്. സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഏരിയ കൂടുതൽ ഉണ്ടാവുക. സ്ലോപ്പ് ആർക്കാണോ ഏറ്റവും കുറവ് അയാൾക്കായിരിക്കും എന്തുണ്ടാവുക? ഏരിയ കുറവ് ഉണ്ടാവുക. ഓക്കെ, സോ വിച്ച് വൺ ഈസ് ദി തിന്നസ്റ്റ് വൺ ഇൻ ദിസ് കേസ്? സ്ലോപ്പ് ഏറ്റവും കുറവുള്ളത് അല്ലെ. സ്ലോപ്പ് വിച്ച് വൺ ഹാസ് ദി ലീസ്റ്റ് സ്ലോപ്പ്? തിന്നസ്റ്റ് ആണ് ചോദിച്ചത്. ഏതിനാണ് സ്ലോപ്പ് ഏറ്റവും കുറവ്? പെട്ടെന്ന് പറയൂ. ഗ്രാഫ് നോക്കിയാൽ അറിയില്ല, സ്ട്രൈറ്റ് ലൈൻ കണ്ടാൽ ഏതിനാണ് സ്ലോപ്പ് കുറവ് കൂടുതൽ? അല്ലേ, എക്കാണ് സ്ലോപ്പ് ഏറ്റവും കുറവുള്ളത്. ഓക്കെ, സോ ഒ എ എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ ആണ് സ്ലോപ്പ് ഏറ്റവും കുറവ്. സോ ദാറ്റ് ഈസ് ദി തിന്നസ്റ്റ് വയർ. നേരെ തിരിച്ചാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ, നേരെ തിരിച്ച് ചോദിച്ചിരുന്നു വിചാരിച്ചു, സാധാരണ ഗ്രാഫ് ഒക്കെ തരം എങ്ങനെയാണ്? ഡെൽറ്റ എൽ ബൈ എഫ് എന്ന് പറയുന്ന രീതിയിലാണ് സാധാരണത്തെ ഗ്രാഫ് ഉണ്ടാവുക, എലോങ്ങേഷൻ അഗെയിൻസ്റ്റ് ഫോഴ്സ്. അങ്ങനെയാണ് തന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡി ആയിരിക്കും ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഗ്രാഫിൽ ഏതാണോ തന്നത് അതിനനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. യു ഹാവ് ടു ചൂസ് അക്കോർഡിംഗ് ടു ദി ഗിവൺ കണ്ടീഷൻ. ഇനി അതല്ലെങ്കിൽ വേറൊരാൾക്ക് ഇങ്ങനെ ആലോചിക്കാം, ഇങ്ങനെ ആലോചിക്കാം, തിക്ക് വയറാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദി വയർ ഈസ് തിക്ക് വയറാണെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ സെയിം എലോങ്ങേഷൻ കിട്ടുള്ളൂ, കൂടുതൽ എലോങ്ങേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എലോങ്ങേഷന്, അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു എലോങ്ങേഷൻ, ഇവിടെ ഒരു 0.1 എന്ന് പറയുന്ന ഒരു എലോങ്ങേഷൻ ഉണ്ട്. അതിന് ഇത്രയൊക്കെയാണ് ഫോഴ്സസ് കൊടുക്കേണ്ടത്. എയിൽ എന്ത് ചെയ്താൽ മതി? ഇത്രയും ഫോഴ്സ് കൊടുത്താൽ മതി. ബിയിലാണെങ്കിൽ ഇത്രയും ഫോഴ്സ് കൊടുക്കണം, സിയിലാണെങ്കിൽ ഇത്രയും കൊടുക്കണം, ഡിയിലാണെങ്കിൽ ഇത്രയും കൊടുക്കണം. മനസ്സിലായോ? ഒരു സെയിം എലോങ്ങേഷൻ. സോ സെയിം എലോങ്ങേഷന് ഏറ്റവും കുറച്ച് ഫോഴ്സ് ആരാണ് കൊടുക്കേണ്ടത്? എ ആണ്.
അപ്പൊ ചെറിയ ഫോഴ്സിന് തന്നെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്ന അത്രയും എലോങ്ങേഷൻ ആർക്കുണ്ടാവുന്നുണ്ട്? എക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഫോഴ്സിന് തന്നെ ബാക്കിയുള്ളവർക്കിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അതേ എലോങ്ങേഷൻ എ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മീനിങ് എന്താ? അയാളുടെ ഏരിയ കുറവാണെന്നല്ലേ അല്ലെ? അയാളുടെ കട്ടി കുറവായതുകൊണ്ടല്ലേ ചെറിയ ഫോഴ്സിന് തന്നെ അയാൾ എലോങ്ങേഷൻ തരാനുള്ള റീസൺ. പറഞ്ഞു മനസ്സിലായ? ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ്. അതല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കിയാലും മതി. ഹൊറിസോണ്ടൽ ലൈൻ ആവുമ്പോൾ ഫോഴ്സ് സെയിം ആയിരിക്കും. സെയിം ഫോഴ്സിന് തന്നെ കൂടുതൽ എലോങ്ങേഷൻ ആരാണ് തരുന്നത്? എ ആണ് തരുന്നത്. ശ്രദ്ധിക്കുക, എക്സ് ആക്സിലാണ് എലോങ്ങേഷൻ. സെയിം ഫോഴ്സിന് തന്നെ കൂടുതൽ എലോങ്ങേഷൻ തരുന്നത് എ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഫോഴ്സ് ആണ് എല്ലാത്തിലും അപ്ലൈ ചെയ്തത്, പക്ഷെ എ എന്ത് ചെയ്തു? കൂടുതൽ എലോങ്ങേറ്റ് ചെയ്തു. വാട്ട് ഡസ് ഇറ്റ് മീൻ? എ ഈസ് എ തിൻ വയർ. എ കമ്പയർഡ് ടു അതേഴ്സ് തിൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കൂടുതൽ എലോങ്ങേഷൻ കാണിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അടുത്തത് നമ്മുടെ 43 എനർജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എനർജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അടുത്തത് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഇതിന്റെ ഡെറിവേഷൻ ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ്. തൽക്കാലം ഞാൻ അത് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു എന്ത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എ വൈ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ എന്നാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എ വൈ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഇക്വേഷൻ എല്ലാം. ഇത് ഏതുപോലെ തന്നെയാണ്? കെ എക്സ് പോലെ തന്നെയാണ്, എലോങ്ങേഷൻ പോലെ തന്നെയാണ്. സ്പ്രിങ്ങിന്റെ കേസിൽ വരുന്ന പോലെ എക്സ് ആണ് ഇവിടുത്തെ എലോങ്ങേഷൻ. ഈ കേസിൽ എക്സ് ആണ് സ്പ്രിംഗിലെ എലോങ്ങേഷൻ. ഈ കേസിലുള്ള എലോങ്ങേഷൻ ഡെൽറ്റ എൽ ആണ്. എ വൈ ബൈ എൽ ആണ് അതിന്റെ എന്തായിട്ട് വരുന്നത്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എ വൈ ബൈ എൽ. സോ സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്തിരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്തിരുന്ന പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലെ? സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്തിരുന്ന പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും. ഹാഫ് കെ എക്സ് ഇൻറ്റു എക്സ്. സോ വാട്ട് ഈസ് ദിസ് കെ എക്സ്? What is this kx? That is force. Kx എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. സോ ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എലോങ്ങേഷൻ എന്ന് വരും. ഓക്കെ, ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എലോങ്ങേഷൻ. സോ ഹിയർ ആൾസോ പൊട്ടൻഷ്യൽ എനർജി is given by half into force into delta. സോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല ആക്ച്വലി. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ എലോങ്ങേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൂടി വന്നിട്ട് ഡെൽറ്റയിൽ എലോങ്ങേഷൻ ആവുമ്പോഴാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എഫ് ആയിട്ട് മാറുന്നത്. സ്പ്രിംഗ് ഫോഴ്സ് പോലെ തന്നെ എലോങ്ങേഷൻ നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നതിനനുസരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് തന്നെ ആയിരിക്കില്ല ഇനീഷ്യലി കൊടുക്കുന്ന ഫോഴ്സ്. ഡെൽറ്റയിൽ എത്തുമ്പോഴാണ് അതിനെ ബാലൻസ് ചെയ്ത് കളയുന്നത്. സോ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റയിൽ അല്ല, ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റയിൽ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോറി, വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് വോളിയം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എനർജി ഡെൻസിറ്റി. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ എനർജി പെർ യൂണിറ്റ് വോളിയം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ സ്മോൾ യു എന്നാണ് എടുക്കാറ്. സ്മോൾ യു that is given by energy per unit volume, that is u by volume. So half into f into delta l divided by volume എന്താ? Volume area into length എന്ന് എഴുതി കൂടെ? Area into length of the volume, area of cross section into length. So what is this f by a? Stress. What is this delta l by l? Strain. Delta l by l is strain. So energy density is half into stress into strain. This is energy density. ഇതിനെ പല രീതിയിൽ മാറ്റി എഴുതാം. സ്ട്രെസ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എഴുതാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? യങ്സ് മോഡുലസ്. സോ യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എഴുതാം. സോ യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ എന്നായിട്ട് മാറും. അതല്ലെങ്കിൽ സ്ട്രെയിൻ എന്താവാം? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എഴുതാം. അങ്ങനെ എഴുതാം. സോ അങ്ങനെ എഴുതുമ്പോൾ എന്താവും? ഈ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ divided by Young's modulus ആണ്.
ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. സോ അങ്ങനെ ഇക്വേഷൻ പല രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എനർജി സ്റ്റോർഡ് ഇൻ എ വയർ എന്ന് പറയുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ എ വയർ. സോ വിച്ച് വൺ ഈസ് ദി ആൻസർ? വാട്ട് ഈസ് ദി വർക്ക് ഡൺ? വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എന്താ വരിക? ഏതാ വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ, FL/2 FL/2 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The Young's modulus of steel is twice that of brass. Two wires of same length and same area of cross section, one steel, other with brass, are suspended from the same roof. If we want the lower ends of the wires to be at the same level, then the weights added to the steel and the brass wires must be of the ratio. ഇപ്പൊ സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് മറ്റേതിനേക്കാളും എത്രയാണ്? ട്വൈസ് ആണെന്നാണ് പറഞ്ഞത്. രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്, സെയിം ലെങ്ത്, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സെയിം റൂഫ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ തൂക്കിയിടുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് ആണ് ഇടേണ്ടത്? സോ ദാറ്റ് their bottom end will be at the same length. എന്ന് പറഞ്ഞാൽ രണ്ടിലെയും എലോങ്ങേഷനും സെയിം ആയിരിക്കണം. സ്റ്റീലിലെയും അപ്പുറത്തുള്ള ഇതിലെയും എന്താവണം? രണ്ട് റോഡിലെയും എന്ത് സെയിം ആയിരിക്കണം? എലോങ്ങേഷൻ സെയിം ആയിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ എലോങ്ങേഷൻ സെയിം ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ W1 ഇവിടെ W2 ആണെന്നുണ്ടെങ്കിൽ എലോങ്ങേഷൻ നമുക്കറിയാം ഡെൽറ്റ L is equal to FL/AY ആണ്. FL/AY. സോ L സെയിം ആണ്, A സെയിം ആണ്. യങ്സ് മോഡുലസ് ഒരാളുടെ 2 ടൈംസ് ആണ്. സോ W1 L ഡിവൈഡഡ് ബൈ W ആണ് ഇവിടുത്തെ ലോഡ്. ഓക്കെ, F എന്ന് പറയുന്നത് L ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു Y1 ഹാസ് ടു ബി ഈക്വൽ ടു മറ്റേ എലോങ്ങേഷൻ W2 L ഏരിയ ഇൻറ്റു Y2. സോ W1 by W2 is equal to Y1 by Y2, that is 2 എന്ന് വരും അല്ലെ, 2/1. കാരണം സ്റ്റീലിൻ്റെത് ബ്രാസിനേക്കാളും 2 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2:1 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിനകത്തൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. സോ 2:1 എന്ന് വരും ആൻസർ. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Copper of fixed volume V is drawn into wire of length L. When this wire is subjected to a constant force F, the extension produced is delta L. Which one of the following graphs is a straight line? Delta L versus 1/L graph, delta L versus L square graph, delta L versus L graph, delta L versus 1/L square graph. ഇതിനകത്ത് ഏത് ഗ്രാഫാണ് എലോങ്ങേഷൻ വേഴ്സസ് ലെങ്തിനകത്ത് ഏത് ഗ്രാഫാണ് സ്ട്രേറ്റ് ലൈൻ എന്നാണ് ചോദിച്ചത്. ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ L is equal to FL/AY. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏരിയയും ബാക്കി എല്ലാം സെയിം ആണ്, ഫോഴ്സ് സെയിം ആണ്, ഏരിയ സെയിം ആണ്, യങ്സ് മോഡുലസ് സെയിം ആണ്. സോ ഡെൽറ്റ L-ഉം L-ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? ഡെൽറ്റ L is directly proportional to L അല്ലെ? ഡെൽറ്റ L is directly, അല്ലെങ്കിൽ ഡെൽറ്റ L/L is a constant. സോ ഇതിനകത്ത് ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരേണ്ടത് അല്ലെ? അതല്ലേ സ്ട്രേറ്റ് ലൈൻ കിട്ടുക അല്ലെ? ഡെൽറ്റ L versus L. Delta L is directly proportional to L ആണെന്നുണ്ടെങ്കിൽ it will be a straight line. Option D will be the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The following 4 wires are made of same material. Which of these will have the largest extension when the same tension is applied? ഇതിനകത്ത് ഏതിനാണ് കൂടുതൽ എലോങ്ങേഷൻ ഉണ്ടാവുക when the same force is applied? ഏത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ അല്ല എക്സ്റ്റൻഷൻ ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. അഗെയിൻ എക്സ്റ്റൻഷന്റെ ഇക്വേഷൻ ഡെൽറ്റ L is equal to FL/AY ആണ്. സെയിം ഫോഴ്സ് ആണ്, സെയിം ടെൻഷൻ ഈസ് അപ്ലൈഡ്, അപ്പൊ ഫോഴ്സ് ഈസ് സെയിം. യങ്സ് മോഡുലസ് പണ്ടേ സെയിം ആണ്. സോ ഇതിനകത്ത് L/A റേഷ്യോ, ലെങ്ത് ബൈ ഏരിയ റേഷ്യോ, അത് മാത്രം നോക്കിയാൽ മതി അല്ലെ? ലെങ്ത് ബൈ ഏരിയ റേഷ്യോ ആർക്കാണ് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ബൈ പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ ഫോർമുല എഴുതുകയാണെങ്കിൽ
പൈ ഡി സ്ക്വയർ ബൈ 4 അല്ലെ, ലെങ്ത് ബൈ പൈ ഡി സ്ക്വയർ ബൈ 4. ഇപ്പൊ പൈയും 4ഉം പണ്ടേ കോൺസ്റ്റൻസ് ആണ്. ലെങ്ത് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ സ്ക്വയർ റേഷ്യോ ആർക്കാണോ കൂടുതൽ, ലെങ്ത് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ സ്ക്വയർ റേഷ്യോ ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും കൂടുതൽ എലോങ്ങേഷൻ. മനസ്സിലായി? എഫ് എൽ ബൈ എ വൈ ആണ് എലോങ്ങേഷൻ. അതിനകത്ത് എഫ് കോൺസ്റ്റന്റ് ആണ്, വൈയും കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ലോഡ് സെയിം ആണ്, ടെൻഷൻ സെയിം ആണ്. സോ എഫ് സെയിം ആണ്, വൈ കോൺസ്റ്റന്റ് ആണ്, പണ്ടേ കോൺസ്റ്റന്റ് ആണ്. യങ്സ് മോഡുലസ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഈസ് സെയിം. അപ്പൊ എൽ ബൈ ഏരിയ, ലെങ്ത് ബൈ ഏരിയ ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും എന്തുണ്ടാവുക, എലോങ്ങേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സോ അപ്പൊ ഇതിനകത്ത് നോക്കിയിട്ട് ലെങ്ത് ബൈ ഏരിയ ആർക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞു, ആർക്കായിരിക്കും കൂടുതൽ ലെങ്ത് ബൈ ഏരിയ? ആ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, എല്ലാത്തിനകത്തും 10⁻², 10⁻³ ഒക്കെ എല്ലാത്തിനകത്തും ഉണ്ടാവും. അതേപോലെ തന്നെ എടുത്തിട്ട് റേഷ്യോ എടുത്താൽ മതി. ആ 10⁻² വരാനുള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് വരാനുള്ളത്. ഓക്കെ, കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, കാരണം റേഷ്യോ എടുക്കുമ്പോൾ കമ്പയർ ചെയ്യാനല്ലേ. എല്ലാത്തിനകത്തും 10⁻² കൊണ്ടും 10⁻³ കൊണ്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. എല്ലാത്തിനകത്തും ആ സംഭവങ്ങൾ കോമൺ ആണ്. ബാക്കിയുള്ള സംഗതി നോക്കിയാൽ മതി. ഇതിനകത്ത് ലെങ്ത് ബൈ ഏരിയ റേഷ്യോ ആർക്കാണ് ഏറ്റവും കൂടുതൽ? സോ ഫസ്റ്റ് കേസിൽ ഇറ്റ് ഈസ് ഓപ്ഷൻ എയിൽ എന്താണ്, 100/1² ആണ് ഓപ്ഷൻ എയിൽ, എന്ന് വെച്ചാൽ 100 ആണ്. ബാക്കി ഒരു 10⁻² ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് വരേണ്ടത്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ലെങ്ത് ബൈ, ഞാൻ എന്താ നോക്കാൻ പറഞ്ഞത്, ലെങ്ത് ബൈ ഡി സ്ക്വയർ റേഷ്യോ ആണ് ഞാൻ നോക്കാൻ പറഞ്ഞത് അല്ലെ. ലെങ്ത് ബൈ ഡി സ്ക്വയർ ഓപ്ഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ ലെങ്ത് ബൈ ഡി ഇൻറ്റു ഡി, ഈ സംഭവം എല്ലാവർക്കും സെയിം ആണ് അല്ലെ. ഈ എൽ ബൈ ഡി എല്ലാവരുടെയും സെയിം അല്ലേ, 100/1, 200/2, 300/3, 50/0.5 എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ ബാക്കി 1/d ആർക്കാണ് കൂടുതൽ നോക്കിയാൽ മതി, എന്ന് വെച്ചാൽ ഡി ആർക്കാണ് ഏറ്റവും കുറവ് നോക്കിയാൽ മതി. സോ അങ്ങനെ നോക്കിയാലും മതി, അതല്ലെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോന്നായിട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഈ ഇങ്ങനെ ഒന്നും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഓപ്ഷൻ ബി എന്ത് വരും, 200/2² എന്ന് വെച്ചാൽ 50 വരും. മറ്റേ 300/3² എന്ന് വെച്ചാൽ 300/9. So that will be something like 35 or something. Okay, അല്ലെങ്കിൽ 34 something വരും. ഓക്കെ, പിന്നെ ഉള്ളത് 50/0.5² ആണ്, 50/0.25, that is 200 ആണ്. ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും വലുത് വരും. എൽ ബൈ ഡി സ്ക്വയർ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതിനകത്ത് എൽ ബൈ ഡി എല്ലാവർക്കും സെയിം ആണ്. ചെക്ക് ചെയ്ത് നോക്കി, എൽ ബൈ ഡി എല്ലാ വാല്യൂം സെയിം അല്ലേ. പിന്നെ നോക്കേണ്ടത് താഴെ ഒരു ഡി ഉണ്ട്, 1/d അല്ലെ. താഴെ ഒരു ഡി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റു 1/d ചെയ്യുന്നതിന് ഇക്വലന്റ്. സോ അത് ഏറ്റവും കൂടുതൽ 1/d ആർക്കാണ് ഏറ്റവും കൂടുതൽ, ഡി ഏറ്റവും കുറവുള്ളത്. അപ്പൊ ഡി ഏറ്റവും കുറവ് ഓപ്ഷൻ ഡിയിലാണ്. ഓപ്ഷൻ ഡി വരും ആൻസർ. സോ 46, ഓപ്ഷൻ ഡി is the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. If the ratio of diameters, lengths and Young's modulus of steel and copper wires are shown in the figure are P, Q and S respectively, then the corresponding ratio of increases in lengths will be. So ratio of diameters, lengths and modulus, Young's modulus of steel and copper wires are in the ratio P, Q and S respectively, then the corresponding ratio of increase in their lengths will be. Okay, increase in their length. Length എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ യങ്സ് മോഡുലസിന്റെ റേഷ്യോ, ലെങ്ത് ഡയമീറ്ററിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് പി ആണ്, ലെങ്ത്തിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് ക്യൂ ആണ്, യങ്സ് മോഡുലസിന്റെ റേഷ്യോ എസ് ആണ്. ഓക്കെ, യങ്സ് മോഡുലസിന്റെ റേഷ്യോ എസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എലോങ്ങേഷന്റെ റേഷ്യോ ആണ് ചോദിച്ചത്, ഡെൽറ്റ L1/Δ L2. That is equal to elongation എന്ന് പറഞ്ഞാൽ എന്താ, FL/AY. So F1L1 A1Y1 divided by F2L2 A2Y2 അല്ലേ, ഇതല്ലേ വരാ. FL/AY അല്ലേ എലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്താൽ കിട്ടുന്നത് ഏതൊക്കെ, ചിലതൊക്കെ മുകളിലോട്ട് പോകും, ചിലതൊക്കെ താഴെ വരും. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്, F1/F2
L1 by L2. ഓക്കെ, അത് അതേപോലെ തന്നെ ഉണ്ടാവും. ഈ A2 Y2 മുകളിലോട്ട് പോകും. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് A2 by A1. മനസ്സിലായോ? അപ്പൊ താഴെയുള്ള ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എന്നിട്ട് ഞാൻ എഫിന്റെ ടേംസ് ഒരുമിച്ചെടുത്തു, എയുടെ ടേംസ് ഒരുമിച്ചെടുത്തു, എല്ലിന്റെ ടേംസ് ഒരുമിച്ചെടുത്തു, യങ് സ്മോളസ്റ്റിന്റെ ടേംസ് ഒരുമിച്ചെടുക്കും. Y2 by Y1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇനി ഓരോ റേഷ്യോസ് ആയിട്ട് നോക്കാം. വി ക്യാൻ ചെക്ക് ഈച്ച് റേഷ്യോസ്. F1 by F2 അതാണ് ഇതിനകത്ത് തരാത്ത റേഷ്യോ. F1 by F2 ആണ് തരാത്ത റേഷ്യോ. F1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോപ്പർ അല്ലെങ്കിൽ F1 ഏതാ? നമ്മുടെ സ്റ്റീൽ ആണല്ലേ, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സ്റ്റീൽ ആണ്. സോ F1 എന്ന് പറഞ്ഞാൽ സ്റ്റീലിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, സ്റ്റീൽ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്നത്. F2 എന്ന് പറയുന്നത് കോപ്പർ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, കോപ്പർ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സോ കോപ്പർ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും ഉണ്ടാവുക? കോപ്പർ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ ഉണ്ടാവുക? പെട്ടെന്ന് പറഞ്ഞു, സമയമില്ല, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് പറഞ്ഞ കോപ്പർ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. What will be the force acting on the copper wire? സെവൻ ഉണ്ടാവോ? ഇല്ല, 5 അല്ലെ. ഈ 5 ന്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് വിൽ ബി 5 mg. സോ ഇവിടെ താഴത്തെ ആ പോർഷന്റെ മാത്രം വെയിറ്റ്, ആ കോപ്പർ വയർ താങ്ങേണ്ടത് എന്താണ്? താഴത്തെ 5 mg വെയിറ്റിനെയാണ് ആ കോപ്പർ വയർ താങ്ങി നിർത്തേണ്ടത്. മനസ്സിലായോ? സോ കോപ്പർ വയറിൽ കിട്ടുന്ന ടെൻഷൻ എത്രയാണെന്ന് വെച്ചാൽ 5 mg ആണ്. 5 mg ആണ് കോപ്പർ വയറിൽ കിട്ടുന്ന ടെൻഷൻ. സ്റ്റീലിന് കിട്ടുന്ന ടെൻഷൻ എത്ര വരും? സ്റ്റീൽ വയറിന് കിട്ടുന്ന ടെൻഷൻ, what will be the tension of steel? 7 ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് 2 മാത്രമല്ല, സ്റ്റീൽ ആക്ച്വലി ചെയ്യുന്ന എന്താണ്? താഴേക്കുള്ള മൊത്തം വെയിറ്റിനെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നത് സ്റ്റീലിനാണ്. സ്റ്റീലിന് താഴേക്കുള്ള മൊത്തം വെയിറ്റിനെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. സോ ദാറ്റ് വിൽ ബി 7 mg. ഓക്കെ, 7 mg ആണ് സ്റ്റീലിൽ ആക്ട് ചെയ്യുന്നത്. സോ F1 എന്ന് പറയുന്നത് 7 mg ആണ്, F2 എന്ന് പറയുന്നത് 5 mg ആണ്. F1 by F2 എന്ന് പറയുന്നത് 7 by 5. L1 by L2 ലെങ്ത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാ? രണ്ടാമതാണ് ലെങ്ത് പറഞ്ഞത്. ലെങ്ത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് Q ആണ്. Q is the ratio of length. Q. So L1 by L2 will be Q. A2 by A1. A1 by ഡയമീറ്ററിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. D1 by D2 is given, that is P. പക്ഷെ നമുക്ക് വേണ്ടത് D2 by D1 എത്രയാണ്? 1 by P ആണ്. പക്ഷെ അതിന്റെ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ സ്ക്വയറിനല്ലേ പ്രൊപ്പോർഷണൽ അല്ലെ? പൈ ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. റേഡിയസിന് D/2 എന്ന് എഴുതുകയാണെങ്കിൽ it will be pi d square by 4. So area is proportional to 1 by d, അല്ല proportional to d square ആണ്. പക്ഷെ ഇവിടെ A2 by A1 ആണ്. So that will be 1 by P square. പിന്നെ ഉള്ളത് Y2 by Y1 ആണ്. Y1 is to Y2 ആണ് എന്നുള്ള S എന്ന് പറഞ്ഞിട്ട്. So this is again S എന്ന് വരും. So this is 7Q divided by 5P square S. 7Q divided by 5P square S. So option C will be the answer. C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. So that's about the questions from this topic. ഏതാ ടോപ്പിക്? നമ്മുടെ സോളിഡ്സ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇതിനകത്ത് ചെറിയൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ പോയിസൺസ് റേഷ്യോ. ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് നമ്മുടെ മെറ്റീരിയലിൽ ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. സോ പോയിസൺസ് റേഷ്യോ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു വയർ ഉണ്ട്. ഇഫ് യു ഹാവ് എ വയർ, നമ്മൾ ഇതിനെ എലോങ്ങേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് എഫ് കൊടുത്തു, ഫോഴ്സ് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഇത് എലോങ്ങേറ്റ് ചെയ്യും. ബട്ട് എലോങ്ങേഷന്റെ കൂടെ എന്തും കൂടി സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി അതിന്റെ ഡയമീറ്റർ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് കുറയും. ഓക്കെ, അതിന്റെ ഡയമീറ്റർ ഡിക്രീസ്, ഇറ്റ്സ് ഡയമീറ്റർ വിൽ ഡിക്രീസ് സ്ലൈറ്റ്ലി എന്ത് ചെയ്യും? ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ എന്തുണ്ട്? ഒരു ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ഉണ്ട്, അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു.
ലാറ്ററൽ സ്ട്രെയിൻ, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ്, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡ് അല്ലേ. സോ സൈഡ് എന്നുള്ളൊരു സ്ട്രെയിനും ഉണ്ട്, എന്ന് വെച്ചാൽ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യാന്ന് പറയുന്ന ഒരു സ്ട്രെയിനും ഉണ്ട്. സോ പോയിസോൺസ് റേഷ്യോ പല സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. തൽക്കാലം ഞാൻ മ്യൂ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്ത് വേണമെങ്കിലും ഏതാണോ നിങ്ങൾ പഠിച്ചത് അത്. എഞ്ചിനീയറിംഗിലൊക്കെ മ്യൂ ആണ് എടുക്കാറുള്ളത്, നമ്മുടെ ടെക്സ്റ്റിൽ സിഗ്മ ആണെന്ന് തോന്നുന്നു, NCERT-ൽ. ഏതായാലും കുഴപ്പമില്ല, സിമ്പിൾ അത്ര ഇമ്പോർട്ടന്റ് അല്ലല്ലോ. നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വരും. അത് ഇപ്പൊ ചില എക്സാമിന് പലതും, പല എക്സാമിന് പലതും ആയിരിക്കും സിമ്പിൾ ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ പോയിസോൺസ് റേഷ്യോ is given by lateral strain divided by longitudinal strain. Lateral strain divided by longitudinal strain. Lateral strain എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ ആണ് സൈഡിൽ നിന്ന് കുറയുന്നത്. So that is given by delta d by d divided by delta L by L. ഡെൽറ്റ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിലുള്ള ചേഞ്ച്. ഇതിനകത്ത് ഒരു മൈനസ് സൈനും കൂടി കൊടുക്കാറുണ്ട്. മൈനസ് സൈൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ എൽ പോസിറ്റീവ് ആണ്, എൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മൊത്തത്തിൽ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ഡെൽറ്റ ഡി ബൈ ഡി എന്നത്. ഇനി അടുത്തത് ഇതിനകത്ത്, സോ ദിസ് ഈസ് അബൌട്ട് മോഡുലസ് ഓഫ് പോയിസോൺസ് റേഷ്യോ. ഇനി പോയിസോൺസ് റേഷ്യോന്റെ വാല്യൂ വരാം തിയററ്റിക്കൽ വാല്യൂ, ദാറ്റ് ഈസ് -1 to 0.5 ആണ്. -1 to 0.5 ആണ് തിയററ്റിക്കൽ വാല്യൂ. റിയൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 to 0.5 ആണ്. 0 to 0.5 ആണ് ആക്ച്വൽ വാല്യൂസ് കിടക്കുന്നത്. ഓക്കെ, തിയററ്റിക്കലി -1 to 0.5 പോസിബിൾ ആണ്. ഇത്രയാണ് അതിനകത്ത് പറയാനുള്ളത്, ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് മൊഡ്യൂൾ 3 അല്ലെ, മൊഡ്യൂൾ 3. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, പരമാവധി ക്വസ്റ്റ്യൻസ് എക്സാമിന് അതാണ് വേണ്ടത്, പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് വേണ്ടത്. ഏത് എക്സാം ആണെങ്കിലും, JEE ആണെങ്കിലും കീം ആണെങ്കിലും എല്ലാം ഇതാണ്. ഓക്കെ, JEE ആവുമ്പോൾ പ്രോബ്ലംസ് കുറച്ച് ടഫ് ആയിരിക്കും, സമയം കുറച്ച് കൂടുതലുണ്ട്. കീം ആവുമ്പോൾ പ്രോബ്ലംസ് റിലേറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും, ബട്ട് സമയം വളരെ ലിമിറ്റഡ് ആയിരിക്കും. പെട്ടെന്ന് പ്രോസസ് ചെയ്ത് പ്രോബ്ലംസ്, കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്തിട്ട് പോകേണ്ടി വരും. ഓക്കെ, സോ പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. തിയറി ഇങ്ങനെ അധികം പഠിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആൾമോസ്റ്റ് എല്ലാ തിയറിയും, ആൾമോസ്റ്റ് പറയേണ്ട എല്ലാ തിയറിയും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ആൾമോസ്റ്റ് എന്നാ പറഞ്ഞത്, എല്ലാം ഒന്നും പറയുന്നില്ല. ഓക്കെ, എല്ലാം പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക. ഇനി അഥവാ ഏതെങ്കിലും ഒരു പോർഷൻ തിയറി അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത പോർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാം. എന്നിട്ട് കിട്ടാത്ത ഈ തിയറി എനിക്ക് പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷന്റെ മാത്രം തിയറി എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അല്ലാതെ എല്ലാം കൂടി ഇനിയിപ്പോ സമയം ഉണ്ടാവില്ല, സമയം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. എക്സാം ഒക്കെ എന്താവും എന്ന് പറയാൻ പറ്റില്ല. എക്സാം മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞ് ജൂലൈയിൽ നിന്നും കീം ഏതായാലും മാറ്റാൻ ചാൻസ് ഇല്ല. കീം കേരളത്തിലാണല്ലോ, കേരളത്തില് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്, യൂണിവേഴ്സിറ്റീസ് എക്സാം നടത്തുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ എക്സാംസ് നടത്തുന്നതുകൊണ്ട് കീം ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ. പക്ഷെ JEEയും നീറ്റും ഒന്നും നമുക്ക് പറയാറായിട്ടില്ല എപ്പോഴാണ് നടത്താം. ഓക്കെ, ഏതായാലും കീമൊക്കെ അടുത്ത മാസം തന്നെ എന്തായാലും ഉണ്ടാവും. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഫുള്ള് തിയറിയും വായിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ അധികം സമയം ഉണ്ടാവില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് മൊഡ്യൂൾ. ഞാൻ മൊഡ്യൂൾ 4 ലാസ്റ്റ് എടുക്കുന്നുള്ളൂ, മൊഡ്യൂൾ 5 ആണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ, സോ അടുത്തത് മൊഡ്യൂൾ 5. സോ മൊഡ്യൂൾ 5-ല് 3 ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇത് വരുന്നത്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഏരിയ ആണ് മൊഡ്യൂൾ 5-ല് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പിന്നെ അടുത്ത എന്താണ്, തെർമോഡൈനാമിക്സ്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയ തെർമോഡൈനാമിക്സ്. മൂന്നാമത്തത്
കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. മൂന്നാമത്തെ ടോപ്പിക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇത്രയും പോർഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ അതേപോലെ സെക്കൻഡ് ചാപ്റ്ററും അത്യാവശ്യം ലെങ്തി ആണ്. ഫസ്റ്റ് ചാപ്റ്റർ അത്യാവശ്യം നല്ല ലെങ്തി ആണ്. അപ്പൊ നമ്മൾ ആദ്യം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് 4 ഏരിയാസ് ആണുള്ളത് തെർമൽ പ്രോപ്പർട്ടീസിൽ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഏരിയ, മെയിൻ ആയിട്ട് 4 ഏരിയാസ് ഉള്ളത്. ഒന്ന് തെർമോമെട്രി. തെർമോമെട്രി എന്ന് പറയുന്ന ഒരു ഏരിയ. രണ്ടാമത്തെ ഏരിയ തെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത്തെ ഏരിയ തെർമൽ എക്സ്പാൻഷൻ. മൂന്നാമത്തെ ഏരിയ തെർമൽ എക്സ്പാൻഷൻ കലോറിമെട്രി. കലോറിമെട്രി. നാലാമത്തെ ഏരിയ ഏതായിരുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ. ഇതിനകത്ത് ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ബാക്കിയെല്ലാം സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ കലോറിമെട്രി, പിന്നെ തെർമൽ എക്സ്പാൻഷൻ. തെർമോമെട്രിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല, ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസ് ക്യാൻ കം. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തെർമോമെട്രി. ഇപ്പൊ കീമിനൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, കാരണം കീമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, ഒരുപാട്, ഏകദേശം 72 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഓരോ ചാപ്റ്ററിനും 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള പ്രൊവിഷൻ അവർക്കുണ്ട്. പക്ഷെ JEE മെയിനൊന്നും 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ എല്ലാ ചാപ്റ്ററിനും 4-5 ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. 3-4 ക്വസ്റ്റ്യൻസ് മാക്സിമം പോയ ഒരു ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യനെ ചോദിക്കാൻ അവർക്ക് പറ്റുള്ളൂ. സോ തെർമോമെട്രി. തെർമോമെട്രി എന്താണ്? ഡീൽസ് വിത്ത് ദി മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ. ഡീൽസ് വിത്ത് മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ. മെട്രി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മെഷർമെന്റ് ആണ്. ഓക്കെ, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ. ഇത് ഈ ടോപ്പിക്കിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് അല്ലെ, ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നമുക്കറിയാം കെൽവിൻ സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, അതേപോലെ സെൽഷ്യസ് സ്കെയില്, റീമർ സ്കെയില്, ഒരുപാട് സ്കെയിൽസ് ഉണ്ട്. ഇവർ തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. മെയിൻ ആയിട്ട് തെർമോമെട്രിയിൽ നമ്മൾ പഠിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. സോ തെർമോമെട്രിയിൽ ഫസ്റ്റ് കൺവേർഷൻ ബിറ്റ്വീൻ 2 ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. സോ അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് പറയുന്നത്. എല്ലാത്തിനകത്തും എന്തുണ്ടാവും? ഒരു അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവും. ഒരു അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ദാറ്റ് വി യൂഷ്വലി ടേക്ക് ആസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ഫാരൻഹീറ്റ് ആണ്. കെൽവിൻ ആണെന്നുണ്ടെങ്കിൽ 373.15 കെൽവിൻ. ഞാൻ തൽക്കാലം 373 നടക്കുന്നു. ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ്. സെൽഷ്യസ് സ്കെയിൽ ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് ആണെങ്കിൽ 32 ഫാരൻഹീറ്റ് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ 273 കെൽവിൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 273 കെൽവിൻ. അപ്പൊ ഇതിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ സ്കെയിൽസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ, ആ സ്കെയിലിലെ ടെമ്പറേച്ചർ മൈനസ് അതിലെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ upper fixed point minus lower fixed point is a constant. എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് സ്കെയിൽ എഴുതുമ്പോൾ TC minus 0 divided by 100 minus 0 അല്ലെ, ലോവർ ഫിക്സ്ഡ് പോയിന്റ് അപ്പർ ഫിക്സ്ഡ് is equal to ഫാരൻഹീറ്റിൽ എഴുതാണെങ്കിൽ TF minus 32 divided by 212 minus 32 is equal to TK minus 0, sorry, minus 273 divided by 373 minus 273 is equal to ഏതെങ്കിലും ഒരു ആർബിട്രറി ടെമ്പറേച്ചർ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആർബിട്രറി സ്കെയിൽ പറഞ്ഞു, റീമർ സ്കെയിലോ ഏതെങ്കിലും. റീമർ സ്കെയിലിൽ 0-ഉം 80 ആണ് കേട്ടോ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്കെയിൽ പറഞ്ഞാൽ അതിലെ മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. ബേസിക്കലി ഇത് എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ്. 2 പോയിന്റ്സ് അറിയാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഇങ്ങനെയല്ല എഴുതാറ്. y1 minus y minus y1 equal to y2 minus y1 divided by x minus x1, sorry, x2 minus x1. y minus y1 divided by y2 minus y1 is equal to x minus x1 divided by x2 minus x1. ആ സംഗതി തന്നെയാണ്, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എവിടെ എഴുതിയിട്ടുള്ളത്, ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ 4 എണ്ണം ഉണ്ടെന്നുള്ളൂ, അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടെന്നുള്ളൂ.
സെയിം സംഭവം തന്നെയാണ്. മൂന്നെണ്ണം ആകുമ്പോൾ പ്ലെയിൻ ആവും. പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സെയിം ആസ് ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് തെർമോമെട്രി. ഇത്രയാണ് തെർമോമെട്രിന്ന് ഉള്ള ഏരിയ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട്. പിന്നെയുള്ള ഏരിയ ആണ് ഞാൻ പറഞ്ഞത് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ തെർമൽ എക്സ്പാൻഷനിൽ മെയിൻ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു റോഡ് ഉണ്ട്. സപ്പോസ് വി ഹാവ് എ റോഡ്. ഇഫ് വി ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, ഇറ്റ്സ് ലെങ്ത് വിൽ ഇൻക്രീസ് ബൈ എൻ എമൗണ്ട്. സോ ഇതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ തെർമൽ എക്സ്പാൻഷന്റെ കേസിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഇനീഷ്യൽ ലെങ്ത്. അപ്പൊ വലിയൊരു റോഡാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള റോഡിലും 10 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് ആണെന്നുണ്ടെങ്കിൽ 10 മീറ്ററിലാണ് ഓട്ടോമാറ്റിക്കലി കൂടുതൽ എലോങ്ങേഷൻ വരും. ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ചേഞ്ചിനും പ്രൊപ്പോർഷണൽ. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം, ഇനീഷ്യൽ സം കോൺസ്റ്റന്റ് ആൽഫ. ഇത് പ്രൊപ്പോർഷണാലിറ്റി ആണ്, ഇത് ആൽഫയാണ് കേട്ടോ. ദിസ് ഈസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി, ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി, സം കോൺസ്റ്റന്റ് ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. അല്ലെങ്കിൽ ഇനീഷ്യൽ ലെങ്ത് L0 ആണെങ്കിൽ സം കോൺസ്റ്റന്റ് ആൽഫ ഇൻറ്റു L0 ഡെൽറ്റ ടി will be the elongation. Okay, will be the elongation in the road. Or alpha is called the coefficient of linear expansion. Alpha എന്താണ്? coefficient of linear expansion ആണ്. സോ ഇതിനകത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റും? L പുതിയ ലെങ്ത് എന്താണ്? L0 പ്ലസ് ഡെൽറ്റ എൽ, പഴയ ലെങ്ത് പ്ലസ് ഉണ്ടായ എലോങ്ങേഷൻ. That can be written as L0 plus alpha L0 delta t. L0 പുറത്തെടുത്താൽ 1 plus alpha delta t. L equal to L0 into 1 plus alpha delta t. Okay. പിന്നെ അടുത്ത് വരാൻ പോകുന്നത് ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ഇപ്പൊ പറഞ്ഞ ലീനിയർ എക്സ്പാൻഷൻ ആണ്. സൂപ്പർഫിഷ്യൽ ഓർ ഏരിയൽ എക്സ്പാൻഷൻ. ഇതുവരെ ആദ്യം പറഞ്ഞ ലീനിയർ എക്സ്പാൻഷൻ. ഇതിനകത്ത് 3 ടൈപ്പ് എക്സ്പാൻഷൻസ് ആണ്: ലീനിയർ എക്സ്പാൻഷൻ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ ആണ് മൂന്നാമത്തത്. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഭവത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ എന്ത് ചെയ്യും? ഏരിയ ഇൻക്രീസ് ചെയ്യും. ഒരു പ്ലെയിൻ സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 3D ഒബ്ജക്റ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, when we increase the area of the object, when we increase the temperature of the object, automatically its dimensions will increase. ഒരു സ്ഫിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ ആയിട്ട് അതിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഉള്ള സംഭവങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, ബാക്കിയുള്ളതിനും ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ലാമിൻ എടുത്തു, റെക്ടാങ്കുലർ ഷീറ്റ് എടുത്തു, ഏരിയ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്യും ഓട്ടോമാറ്റിക്. സൂപ്പർഫിഷ്യൽ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ A0 into beta delta t, where beta is coefficient of superficial expansion. So നമുക്ക് പുതിയ ഏരിയ എന്ത് എഴുതാം? A0 പഴയ ഏരിയ പ്ലസ് ഡെൽറ്റ ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ അല്ലെ? A0 into 1 plus beta delta t. ഓക്കെ, ഇനി അടുത്തതാണ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ, ക്യൂബിക്കൽ ഓർ വോളിയം എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വോളിയം എക്സ്പാൻഷൻ ഇസ് ഡെൽറ്റ V is equal to ഇനീഷ്യലി ഉണ്ടായിരുന്ന വോളിയം V0 ഗാമ ഡെൽറ്റ ടി, ഓർ V equal to V0 into 1 plus gamma. V equal to V0 into 1 plus gamma delta t എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
That is about volume expansion. Volume expansion. ഇനി ഇതിനകത്ത് ചോദിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ദി റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ആൻഡ് ഗാമ. ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ആയിട്ട്. ദി റിലേഷൻ ഈസ് അനൈസോട്രോപിക് സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അനൈസോട്രോപിക് സോളിഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സോളിഡ് സ്റ്റേറ്റിലൊക്കെ പറയുന്നതാണ് കെമിസ്ട്രിയിൽ അല്ലെ. കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റിലൊക്കെ പഠിക്കുന്നതാണ് അനൈസോട്രോപിക് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ കെമിസ്ട്രിയിൽ. സോ എന്താണ് അനൈസോട്രോപിക് സോളിഡ്സ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സോളിഡ്സിനെയാണ് നമ്മൾ അനൈസോട്രോപിക് സോളിഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കും. ഇപ്പൊ നമ്മളൊരു ക്യൂബ് എടുക്കുകയാണ്. ലെറ്റ്സ് ടേക്ക് എ ക്യൂബ്, അല്ലെങ്കിൽ ക്യൂബോയിഡോ ക്യൂബോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു സൈഡ് എ, ഒരു സൈഡ് ബി, മറ്റേ സൈഡ് സി ആണെന്ന് വിചാരിച്ചു. എക്ക് ഉണ്ടാവുന്ന അതേ എക്സ്പാൻഷൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതേപോലുള്ള എക്സ്പാൻഷൻ ആയിരിക്കില്ല ആർക്ക് ഉണ്ടാവുക, ബിക്ക് ഉണ്ടാവുക. അതേപോലത്തെ എക്സ്പാൻഷൻ ആയിരിക്കില്ല ആർക്ക് ഉണ്ടാവുക, സിക്ക് ഉണ്ടാവുക. ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഡിഫറെന്റ് എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ആണ് ആര് കാണിക്കാം, അനൈസോട്രോപിക് സോളിഡ്സ് കാണിക്കാം. ഓക്കെ. In such cases gamma is given as alpha 1 plus alpha 2 plus alpha 3. alpha 1 plus alpha 2 plus alpha 3 പറഞ്ഞാൽ മനസ്സിലായോ? മൂന്നിന്റെയും കൂടി സം ആയിട്ട് എടുക്കണം. കാരണം ഒരു ഡയറക്ഷനിൽ എക്സ്പാൻഷൻ ആയിരിക്കില്ല മറ്റേത്. ആൽഫ 1 നോട്ട് ഈക്വൽ ടു ആൽഫ 2 നോട്ട് ഈക്വൽ ടു ആൽഫ 3. എന്റെ എക്സ്പാൻഷൻ ആൽഫ 1 ആണെങ്കിൽ ബിയുടെ എക്സ്പാൻഷൻ ബി ഇൻറ്റു 1 പ്ലസ് ആൽഫ 2 ഡെൽറ്റ ടി എന്നായിരിക്കും. സിന്റെ എക്സ്പാൻഷൻ എഴുതണമെങ്കിൽ സി ഇൻറ്റു 1 പ്ലസ് ആൽഫ 3 ഡെൽറ്റ ടി അങ്ങനെയായിരിക്കും എഴുതേണ്ടി വരും. മനസ്സിലായി? സോ ഓരോന്നിനും ഓരോ ടൈപ്പ് എക്സ്പാൻഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗാമ എന്ന് പറയുന്നത് സം ആയിരിക്കും. അതേപോലെ ബീറ്റ എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ബീറ്റ ഇല്ല. കാരണം ഈ ഫ്രണ്ടില് ഈ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഐ എം ടേക്കിംഗ് ദിസ് റെക്ടാങ്കുലർ ഫേസ്. ഈ റെക്ടാങ്കുലർ ഫേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് എടുക്കേണ്ടത്? എയും ബിയും ആണ് അല്ലെ. എയും ബിയും ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എയുടെയും ബിയുടെയും എക്സ്പാൻഷൻ മാത്രമേ അതിനെ അഫക്ട് ചെയ്യുന്നുള്ളൂ ആ ഏരിയ. അപ്പൊ അതിന് ഞാൻ ബീറ്റ 1 എടുക്കുകയാണ്. ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ബീറ്റ 1 ഇറ്റ് വിൽ ബി ആൽഫ 1 പ്ലസ് ആൽഫ 2. ഇനി ബീറ്റ 2 എന്ന് പറയുന്ന ഏരിയ സൈഡിലുള്ള ഈ ഏരിയ ആണ്. ബി സി എന്ന് പറയുന്ന ഈ സൈഡാണ്. ഇതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താ വരിക? ബിയും സിയും ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്നത്. സോ ബീറ്റ 2 എടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ 2 പ്ലസ് ആൽഫ 3. അതേപോലെ മുകളിലുള്ള ഫേസ് അല്ലെങ്കിൽ താഴെയുള്ള ഫേസ് എടുക്കുകയാണെങ്കിൽ എയും സിയും ആണ് അതിനകത്ത് വരിക. അത് ആൽഫ 1 പ്ലസ് ആൽഫ 3. ഇതാണ് അനൈസോട്രോപിക് സോളിഡ്സിന്റെ കേസിൽ വരിക. അനൈസോട്രോപിക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ. രണ്ടാമത്തെ കേസ് ഐസോട്രോപിക് സോളിഡ്സ്. അപ്പോ അഗൈൻ സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ടാവും അമോർഫസ് സോളിഡ്സ് അല്ലെ. അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് ഇൻ നേച്ചർ എന്നൊക്കെ പറയും. ഐസോട്രോപിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയും എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ തന്നെ. എ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബിയും സിയും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുക. എന്നുവെച്ചാൽ ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 ആയിരിക്കും. ആ കേസിൽ ആൽഫ 1 ഇസ് ഈക്വൽ ടു ആൽഫ 2 ഇസ് ഈക്വൽ ടു ആൽഫ 3 ഒരു കോമൺ ആൽഫ നടക്കാം. എല്ലാവർക്കും സെയിം ആൽഫ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗാമ ഇസ് ഈക്വൽ എന്ത് വരും? ആൽഫ പ്ലസ് ആൽഫ എന്ന് വരും. ദാറ്റ് വിൽ ബി 3 ആൽഫ. ബീറ്റ ഇസ് ഈക്വൽ എന്ത് വരും? ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫ. ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫ. or alpha is to beta is to gamma is 1 is to 2 is to 3 എന്ന് വരും. ഇത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഐസോട്രോപിക് സോളിഡ്സിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ആൻഡ് ഗാമ. ഇനി അടുത്ത ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഏരിയ. തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനും. സോ എന്താണ് തെർമൽ സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാല്, പിന്നെ തിയറി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കിപ്പോ പറയാൻ സമയമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് സംഭവം എന്ന് മാത്രമേ പറയുള്ളൂ. സോ നമുക്കൊരു റോഡ് ഉണ്ട്, അതിന്റെ ലെങ്ത് L ആണ്. ഇഫ് ഇൻക്രീസ് ദി ടെമ്പറേച്ചർ, ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, then its length will increase by delta L. Length will increase by delta L. സോ ഈ സിറ്റുവേഷനിൽ എന്തുണ്ട്? ആക്ച്വലി അവിടെ ലെങ്ത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി. നമ്മൾ സാധാരണ പറയുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടായില്ലേ, തെർമൽ സ്ട്രെയിൻ ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ഉണ്ട് എന്ന് പറയും അല്ലെ. സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടെങ്കിൽ അത് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഉണ്ട് എന്ന് പറയും. പക്ഷെ ദർ ഇസ് നോ സ്ട്രെസ് ഹിയർ.
ഇവിടെ എന്തില്ല? സ്ട്രെസ് ഇല്ല. നോ സ്ട്രെസ് ഇസ് ഡെവലപ്ഡ് ഹിയർ. ഓക്കെ, എലോങ്ങേഷൻ ഉണ്ട് എന്ന് കരുതി അവിടെ എന്തില്ല? സ്ട്രെസ് ഇല്ല. ഇവിടെ എപ്പോഴാണ് സ്ട്രെസ് വരിക എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന്റെ രണ്ട് എൻഡും ഫിക്സ് ചെയ്തു. രണ്ട് എൻഡും ഒരു റിജിഡ് സപ്പോർട്ടുമായിട്ട് റിജിഡ് വാളിന്റെ ഇടയിലാണ് ഞാൻ ഈ റോഡ് ഫിക്സ് ചെയ്തത്. അപ്പൊ ഈ കേസിൽ എന്തുണ്ടാവും? ഈ കേസിൽ ഇത് എലോങ്ങേറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് എലോങ്ങേറ്റ് ചെയ്യാൻ നോക്കും. ആ എലോങ്ങേഷൻ ആര് പ്രിവെന്റ് ചെയ്യും? വാൾ എന്ത് ചെയ്തും? കംപ്രസ് ചെയ്ത് നിർത്തുകയാണ്. ആക്ച്വലി ഇത് എലോങ്ങേറ്റ് ചെയ്യണം. ആ എലോങ്ങേഷനെ വാൾ എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്ത് നിർത്തുകയാണ്. ദി വാൾ ഈസ് കംപ്രസിങ് ദി എലോങ്ങേഷൻ അല്ലെങ്കിൽ ദി റോഡ്. ആക്ച്വലി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. ബട്ട് ദി വാൾ ഈസ് കംപ്രസിങ്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വന്നു. ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഇതിനുള്ള ഒരു ഇന്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? സോ ആ കേസിൽ മാത്രമേ എന്തുള്ളൂ? ആ കേസിൽ മാത്രമേ, എപ്പോ മാത്രമേ സ്ട്രെസ് ഉള്ളൂ? സ്ട്രെസ് ഈസ് പ്രസന്റ് ഓൺലി വെൻ എലോങ്ങേഷൻ ഈസ് പ്രസന്റ്. അല്ല, എലോങ്ങേഷൻ ഈസ് പ്രിവെന്റഡ്. പ്രസന്റ് only if okay, elongation is prevented. നമ്മൾ സോളിഡ്സിൽ എപ്പോഴാണ് എലോങ്ങേറ്റ് ചെയ്യിക്കുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക. ഇവിടെ ആക്ച്വലി ഇത് എലോങ്ങേറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഫോഴ്സ് കൊടുക്കാതെ തന്നെ എലോങ്ങേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഫോഴ്സ് കൊടുത്താലേ എലോങ്ങേറ്റ് ചെയ്യും. ഫോഴ്സ് കൊടുക്കാതെ തന്നെ എലോങ്ങേറ്റ് ചെയ്യേണ്ട ആളുടെ ആ എലോങ്ങേഷനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് കൊടുക്കണം? ഈ വാൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എലോങ്ങേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പറയാൻ മനസ്സിലായോ? സോ അതിനെയാണ്, അപ്പൊ മാത്രമേ എന്തുള്ളൂ? സ്ട്രെസ് ഉള്ളൂ. ഈ കേസിൽ എന്തില്ല? സ്ട്രെസ് ഇല്ല. ഇവിടെ എന്തുണ്ട്? സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഈസ് പ്രസന്റ്. ഓക്കെ, അപ്പൊ ആ സ്ട്രെസ് എത്രയാണെന്ന് ചോദിച്ചാല്, സ്ട്രെയിൻ നമുക്കറിയാം. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എത്ര എലോങ്ങേറ്റ് ചെയ്യേണ്ടിയിരുന്നു? ഡെൽറ്റ എൽ എലോങ്ങേറ്റ് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ ഈ ഫോഴ്സ് കാരണം എത്ര കുറഞ്ഞു? ഡെൽറ്റ എൽ അത്രയും കുറഞ്ഞു. ഡെൽറ്റ എൽ കൂടേണ്ടത് ഡെൽറ്റ എൽ ഇയാൾ കുറച്ചു. സോ സ്ട്രെയിൻ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എൽ കുറച്ചു ഇയാൾ. ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ എന്ത്? ദാറ്റ് വിൽ ബി ആൽഫ ഡെൽറ്റ ടി. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സോ y ആൽഫ ഡെൽറ്റ ടി എന്ന് വരും സ്ട്രെസ്. തെർമൽ സ്ട്രെസ് ഈസ് y ആൽഫ ഡെൽറ്റ ടി. എപ്പോ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്? ടെമ്പറേച്ചർ ഡെൽറ്റ ടി റൈസ് ചെയ്തു എന്ന് പറഞ്ഞാല് അവിടെ എന്താണ് സ്ട്രെസ് എന്ന് വെച്ചാൽ y ആൽഫ ഡെൽറ്റ ടി എന്ന് പറയരുത്. വെറുതെ ഒരു റോഡ് വെച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ അവിടെ സ്ട്രെസ് ഇല്ല. രണ്ട് ഫിക്സ്ഡ് എൻഡ്സിനെ ഇടക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ആ എലോങ്ങേഷനെ പ്രിവെന്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുള്ളൂ? സ്ട്രെസ് ഉള്ളൂ. then only the stress is present between the in the road. റോഡിൽ അപ്പൊ മാത്രമേ സ്ട്രെസ് ഉള്ളൂ. എല്ലാ കേസിലും പോയിട്ട് എന്ത് ചെയ്ത് സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നത് y ആൽഫ ഡെൽറ്റ ടി ഇക്വേറ്റ് ചെയ്തു. ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ, സിഗ്മ ഇൻറ്റു ഏരിയ. ദാറ്റ് ഈസ് ഫോഴ്സ്. ആ വാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് y എ ആൽഫ ഡെൽറ്റ ടി എന്ന് അല്ലെങ്കിൽ എ വൈ ആൽഫ ഡെൽറ്റ ടി. ഇതാണ് തെർമൽ സ്ട്രെസ്, തെർമൽ സ്ട്രെയിന്, തെർമൽ ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദി റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് തെർമൽ എക്സ്പാൻഷൻ. ഇത്രയാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഏരിയ. ഇനി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ബ്രീഫ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇത്രയും പാർട്ടിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. ഞാൻ ഫ്ലൂയിഡ്സും വേവ്സും ഓസിലേഷനും ഇപ്പൊ ഡിസ്കസ് ചെയ്യാത്തത് അത് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന് ഒരുപാട് സമയം എടുക്കും. അപ്പോ അത് ഇതിന്റെ കൂടെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ മൊഡ്യൂൾ 5 കിട്ടിയിട്ടുള്ളത്? മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇതേപോലെ തന്നെയാണോ ഉള്ളത്? അതായത് ഓർഡറിലല്ലേ അതോ ഓർഡറിലാണോ നിങ്ങൾക്കുള്ളത്? ഞാൻ ഓർഡറിലാക്കി അയച്ചു തരാൻ പറഞ്ഞിരുന്നു. അയച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതേപോലെയാണോ നിങ്ങൾക്കുള്ളത്? ഇങ്ങനെയാണോ ഉള്ളത്? ഹലോ, ഓർഡർ അല്ലല്ലേ? ഓക്കെ, എന്നാ തൽക്കാലം ഇപ്പൊ ഏതായാലും ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഞാൻ ഓർഡറിൽ അയച്ചു തരാൻ പറയാം. ഏതായാലും ഞാൻ അന്നേ അവരോട് പറഞ്ഞതാണ് ഓർഡറിൽ അയച്ചു. സോ ഇതിനകത്ത് ഇപ്പോ കുറെ മിക്ക ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ഏരിയ ഏതാണ്? ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു.
മിക്ക ക്വസ്റ്റ്യൻസും ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് 60% 70% ക്വസ്റ്റ്യൻസും ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് വരിക. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആസ് ഓഫ് നൗ നമ്മുടെ സിലബസിൽ ഇല്ല. ഓക്കെ, ആസ് ഓഫ് നൗ ഇറ്റ്സ് നോട്ട് ദെയർ ഇൻ ദി സിലബസ്. തെർമോകപ്പിൾ ഇപ്പോഴില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 21st ക്വസ്റ്റ്യൻ. മെർക്കുറി തെർമോമീറ്റർ ക്യാൻ ബി യൂസ് ടു മെഷർ ടെമ്പറേച്ചർ അപ് ടു. ഇത് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്, അല്ലാതെ നമ്മളായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. മെർക്കുറിയുടെ ബോയിലിംഗ് പോയിന്റ്, മെർക്കുറി സാധാരണ മെർക്കുറി ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്ത് ചെയ്യും? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ആ എക്സ്പാൻഷൻ നോക്കിയിട്ടാണ് എത്ര എക്സ്പാൻഡ് ചെയ്തു അതിനനുസരിച്ച് എത്ര ടെമ്പറേച്ചർ റൈസ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. സോ മെർക്കുറി ഏത് വരെയാണ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റിയ ടെമ്പറേച്ചർ? 357. കാരണം അതിലും കൂടുതലായാലും എന്ത് ചെയ്യും? മെർക്കുറി വിൽ ബോയിൽ. മെർക്കുറി ബോയിൽ ചെയ്യും, വേപ്പറൈസ് ചെയ്ത് പോകും. നമുക്ക് 357 ഡിഗ്രി സെൽഷ്യസ് വരെ മെർക്കുറി ടെമ്പറേച്ചർ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെർക്കുറി തെർമോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി. അതിലും കൂടുതൽ ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ചേഞ്ച് ചെയ്യും. ചേഞ്ച് ദി ഫേസ് ടു വേപ്പർ സ്റ്റേറ്റ്. വേപ്പർ സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മൊത്തം വേപ്പർ ആയി കഴിഞ്ഞാൽ നമ്മള് തെർമോമീറ്ററിൽ മൊത്തം വേപ്പർ ആയിട്ട് മാറും. നമുക്ക് എവിടെ എത്തിയെന്നൊന്നും കാണാനൊന്നും പറ്റില്ല. ഓക്കെ, സോ ഗ്യാസ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ചേംബർ മൊത്തം നിറയാണ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെന്റിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ് തെർമോമീറ്റർ ആർ ഡിപ്ഡ് ഇൻ ബോയിലിംഗ് വാട്ടർ. ഇഫ് ദി ടെമ്പറേച്ചർ ഈസ് ലോവേർഡ് അണ്ടിൽ ദി ഫാരൻഹീറ്റ് തെർമോമീറ്റേഴ്സ് registers 140 ഡിഗ്രി. ഫാരൻഹീറ്റിൽ 140 ആവുന്ന വരെ എന്ത് ചെയ്തു? ഇത് ചെയ്തു. what is the fall in temperature as registered by the centigrade? സെന്റിഗ്രേഡിൽ എത്രയാണ് fall ഉണ്ടാവും? എത്ര fall ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓക്കെ, ഫാരൻഹീറ്റില് ടെമ്പറേച്ചർ ഈസ് ലോവേർഡ്. ഫാരൻഹീറ്റിൽ 140 ആയി, അപ്പോ സെന്റിഗ്രേഡിൽ എത്ര fall ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എത്ര fall ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. എത്ര ടെമ്പറേച്ചർ താഴേക്ക് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം ഫാരൻഹീറ്റും സെൽഷ്യസും കമ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. ഇനി അതേപോലെ ആ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇക്വേഷൻ എന്താ? T-0 ഡിവൈഡ് ബൈ 100 മൈനസ് 0 ഈക്വൽ ടു TF മൈനസ് 32 ഡിവൈഡ് ബൈ 212 മൈനസ് 32. അല്ലെ, ബോയിലിംഗ് പോയിന്റ് 212 ആണ്. അപ്പൊ താഴെ 180 എന്ന് വരും. ഈ സംഭവം 180 എന്ന് വരും. ഇതെന്ത് വരും? 100 എന്ന് വരും. പിന്നെ റീഅറേഞ്ച്, അപ്പോ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ TF ഇസ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32 എന്ന് വരും. TF ഇസ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32. ഈ ഇക്വേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. അതേപോലെ കെൽവിന്റെ ഇക്വേഷനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കെൽവിൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. TC പ്ലസ് 273 അല്ലെങ്കിൽ 273.15 അതാണ് കുറച്ചുകൂടി ആക്യുറേറ്റ്. 273 അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ എനിവേ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇനീഷ്യലി ബോയിലിംഗ് വാട്ടറിലാണ്. അപ്പോൾ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ 212 ആയിരുന്നു. സെൽഷ്യസ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്തു? ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എത്രയായി? 140 ഫാരൻഹീറ്റ് ആയി. അപ്പൊ കറസ്പോണ്ടിങ് സെൽഷ്യസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഡിപ്പ് എന്ന് കിട്ടും, എത്രയാണ് ഡിക്രീസ് ചെയ്തത് എന്ന് കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ എത്ര ചേഞ്ച് ഉണ്ടായി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എത്ര ചേഞ്ച് ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ചെയ്യാം. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു 9/5 ഡെൽറ്റ TC എന്ന് വേണമെങ്കിലും എഴുതാം. മനസ്സിലായോ? ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു 9/5 ഡെൽറ്റ TC എന്ന് വേണമെങ്കിലും ഈ മോളത്തെ ഇക്വേഷൻ രണ്ട് സൈഡിലും ചേഞ്ച് എടുത്താൽ 32 ചേഞ്ച് ഇല്ല. അങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഫൈനൽ ടെമ്പറേച്ചർ സെൽഷ്യസിൽ എത്രയായിരിക്കും ആ ടെമ്പറേച്ചർ നോക്കാം. സോ 140 ഇസ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32. So it will be 140 minus 108 is equal to 9/5 TC. So ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ 12 എന്ന് വരും. So TC is equal to 60.
TC equal to 60 degrees Celsius. Final temperature കിട്ടി 60 degrees Celsius. അപ്പോ നമ്മളോട് ചോദിച്ച ഫൈനൽ ടെമ്പറേച്ചർ ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? വാട്ട് ഈസ് ദി fall in temperature? എത്രയാണ് fall ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഫൈനൽ ടെമ്പറേച്ചർ 60 ആണെന്ന് കിട്ടി, സെൽഷ്യസിലെ ഫൈനൽ ടെമ്പറേച്ചർ 60 ആണെന്ന് കിട്ടി. എത്രയാണ് fall ചെയ്തതെന്നാണ് നമ്മളോട് ചോദിച്ചത്. എത്രയാണ് fall ചെയ്തത്? 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡിക്രീസ് ചെയ്തത് അല്ലെ. 100 നിന്ന് 60 ആയി എന്ന് പറഞ്ഞാൽ fall ചെയ്തത് 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദാറ്റ് ഈസ് 40 ഡിഗ്രി സെൽഷ്യസ്. അത്രയാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദി എമൗണ്ട് ഡിക്രീസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കേസ്. അതല്ല ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റിൽ ഉണ്ടായ ചേഞ്ച് ആണ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്. ഫാരൻഹീറ്റിൽ ഉണ്ടായ ചേഞ്ച് എത്രയാണ്? ഇവിടെ 212 ഉള്ളത് 140 ആയിട്ട് മാറി. 212 ഉള്ളത് 140 ആയി എന്ന് പറഞ്ഞാൽ 72 ആണ് ഫാരൻഹീറ്റിലെ ചേഞ്ച്. കറസ്പോണ്ടിങ് സെൽഷ്യസിലെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ 72 is equal to 9/5 ഡെൽറ്റ ടി സി. ഏതാണെന്നുണ്ടെങ്കിൽ 8 എന്ന് കിട്ടും. 8 into 5 40. അപ്പോൾ കറസ്പോണ്ടിങ് സെൽഷ്യസിലെ ചേഞ്ച് 40 ആണ്. ചേഞ്ച് 40 ആണ്. ഇവിടെ കിട്ടിയത് ഫൈനൽ ടെമ്പറേച്ചർ 60 ആണെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി 100 ആയിരുന്നു, ചേഞ്ച് 40 തന്നെയാണ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. That is up to us. So that is about question number 22 and 21 that we have solved. ഇനി 25 ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മിക്ക ക്വസ്റ്റ്യൻസും ഏതിനകത്ത് തന്നെയാണ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം. അതിനകത്ത് തെർമൽ എക്സ്പാൻഷൻ ഞാൻ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തരാം. തെർമൽ എക്സ്പാൻഷന് 1-2 ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് ഞാൻ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചിട്ട് തരാം. ഓക്കെ, തൽക്കാലം തെർമൽ എക്സ്പാൻഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്യാം. എന്നാൽ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്ത് കലോറിമെട്രി ആണ്. സോ കലോറിമെട്രി, കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് കലോറി? കലോറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഹീറ്റ്, എനർജിയുടെ യൂണിറ്റ് ആണ്. ആദ്യം കൊണ്ടുവന്നത് ഹീറ്റിന്റെ യൂണിറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെയാണ് ഹീറ്റും എനർജിയും സെയിം ആണ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആണ്, ഫോം ഓഫ് എനർജി ആണ് ഹീറ്റ്. സോ പിന്നെയാണ് ഹീറ്റിന്റെ യൂണിറ്റും എനർജിയുടെ യൂണിറ്റും സെയിം ആക്കി നമ്മൾ ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി കലോറി സ്റ്റാർട്ട് ചെയ്തത് ഹീറ്റിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനർജി കലോറിമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്? മെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്, കലോറി എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് ഹീറ്റ്. സോ മെഷർമെന്റ് ഓഫ് ഹീറ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മെഷർമെന്റ് ഓഫ് ഹീറ്റ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ള ഏരിയ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ ഉണ്ട്. അതിന്റെ മുമ്പ് ചില സിമ്പിൾ ടോപ്പിക്സ് ഇതിനകത്ത് പറയാനുണ്ട്. അതിനകത്ത് പറയാനുള്ളതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് required to rise the temperature of an object by 1 unit. ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് റൈസ് ചെയ്യാൻ ആവശ്യമുള്ള ഇതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഒരു യൂണിറ്റ്, 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമുള്ള ഇതിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. സപ്പോസ് നമുക്കൊരു 4 kg മാസ് ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. we have an object of mass 4 kg. സോ അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? 40 joules of 4 kg അല്ല, മാസ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? നമുക്ക് 4 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എന്ത് വേണം? 4 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ 40 joules വേണം. We need 40 joules to rise the temperature by 4 degree Celsius. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എത്ര വേണ്ടി വരും? 10 joules അല്ലേ? 10 joules, അതായത് 40/4 എന്ന് വരും. സോ ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ എഴുതാം? ഹീറ്റ് ഗിവൺ ഡിവൈഡഡ് ബൈ റൈസ് ഇൻ ടെമ്പറേച്ചർ. ഹീറ്റ് ഗിവൺ
divided by rise in temperature. That is the heat capacity. അതാണ് heat capacity-യുടെ equation. Okay, അപ്പോൾ യൂണിറ്റ് മാസ് ഇല്ല, by 1 unit temperature rise മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതാണ് specific heat capacity. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അതേ സംഭവം തന്നെ വരും. ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. യൂണിറ്റ് മാസ് ഓഫ് എസ് 1 കിലോഗ്രാമിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമുള്ള ഹീറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ്. സപ്പോസ് ഇവിടെ എന്ത് വേണം, 10 ജൂൾസ് വേണം 4 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാന്ന് പറഞ്ഞു. സപ്പോസ് ഇതിന്റെ മാസ് 2 kg ആണെന്ന് വിചാരിച്ചു. മാസ് 2 kg ആണ്. അപ്പൊ 2 kg ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എന്ത് വേണം, 40 ജൂൾസ് വേണം. എന്നുവെച്ചാൽ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എത്ര വേണം, 10 ജൂൾസ് വേണം. അങ്ങനെയാണെങ്കിൽ 2 kg 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ 10 ജൂൾസ് വേണം. അങ്ങനെയാണെങ്കിൽ 1 kg ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എത്ര വേണ്ടി വരും, 5 അല്ലെ, 5 ജൂൾസ്. 10/2 എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ മാസ് ആണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Q ഡിവൈഡഡ് ബൈ M ഡെൽറ്റ ടി. Q ബൈ ഡെൽറ്റ ടി ഹീറ്റ് കപ്പാസിറ്റി ആയിരുന്നു. അതിനകത്ത് ബൈ ഒരു പെർ യൂണിറ്റ് മാസ് എന്നും കൂടി വരുന്നുണ്ട്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡിനോമിനേറ്ററിൽ ആ സംഭവം വരും. സോ Q is equal to ms ഡെൽറ്റ ടി. Q is equal to ms ഡെൽറ്റ ടി. ഓക്കെ, ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ യൂണിറ്റ് മാസ് ആണെന്ന്. ഇനി നമുക്ക് സാധാരണ വരാറുള്ള ഇത് സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഒക്കെ കേസിൽ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഗ്യാസസിന്റെ കേസിൽ നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് ആണ്. ഗ്യാസസ് നമ്മൾ സാധാരണ മാസിലല്ല പറയാം അല്ലെ, നമ്പർ ഓഫ് മോൾസിലാണ്. 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ, 5 മോൾസ് ഓഫ് ഓക്സിജൻ, ഇങ്ങനെയാണ് പറയാറ്. അപ്പൊ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാറുള്ളത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. വി ഡിഫൈൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഫോർ ഗ്യാസസ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സോ എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മോൾ എന്ന് വെച്ചാൽ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. 1 mole of a substance by 1 unit. അപ്പോ മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ സാധാരണ C വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. C is given by Q by N delta T. മോളാർ ഹീറ്റ് കപ്പാസിറ്റി C equal to Q by N delta T. യൂണിറ്റ് മോൾ എന്ന് പറയുമ്പോൾ താഴെ എന്ത് വരും, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കൂടി വരും. ഓക്കെ, യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ താഴെ എത്രയാണോ മാസ് അതും കൂടി വരും. ഓക്കെ, ഇതിനകത്ത് നിന്ന് എഴുതാം Q is equal to നമ്പർ ഓഫ് മോൾസിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ NC ഡെൽറ്റ ടി എന്ന് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു Q is equal to ms ഡെൽറ്റ ടി എന്ന് എഴുതിയിരുന്നു. സോ ഇതിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ms is equal to NC. That is equal to heat capacity. മാസിൻ എല്ലാം ചെയ്താൽ എന്താ കിട്ടുക, NC എന്ന് പറഞ്ഞാൽ എന്താ, Q by ഡെൽറ്റ ടി അല്ലേ. എല്ലാം എന്താണ്, എല്ലാം ഹീറ്റ് കപ്പാസിറ്റി ആണ്. ms is equal to NC. So that is about molar heat capacity. Okay, ഈ n ന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചു, നമ്പർ ഓഫ് മോൾസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ m ന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും, ഒരു മോളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, മോളാർ മാസ് അല്ലേ, മോളാർ മാസ്. സോ മോളാർ മാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മോളാർ മാസിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ അത് മാസ് ആണെന്ന് മനസ്സിലാക്കുക. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്യും. മാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് C എന്ന് പറയുന്നത് മാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ഗ്രാമിന്റെ ഹീറ്റ് കപ്പാസിറ്റി ആണത്.
32 gram അല്ലേ മോളാർ മാസ് ഓഫ് ഓക്സിജൻ. O2 ആണല്ലോ, O2. 32 ഗ്രാമിന്റെ കിട്ടാൻ എന്ത് ചെയ്യണം? 32 into ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 gram ചെയ്യണം. എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചെയ്യണം. 32 into 1 ഗ്രാമിന്റെ റൈസ് ചെയ്യാൻ എത്ര വേണം? അല്ലെങ്കിൽ കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ 32 into 10⁻³ into 1 കിലോഗ്രാമിന്റെ റൈസ് ചെയ്യാൻ എത്ര വേണം? മനസ്സിലായോ? സോ അതാണ് അതും തമ്മിലുള്ള റിലേഷൻ. That is about heat capacity and molar heat capacity. Molar heat capacity നമ്മൾ തെർമോഡൈനാമിക്സിൽ അതേപോലെ കൈനറ്റിക് തിയറിയിലൊക്കെ പിന്നെയും വരും. ഇനി അടുത്ത ഏരിയ, അടുത്ത ടോപ്പിക്കാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ് രണ്ടെണ്ണം ഉണ്ട്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും latent heat of fusion and latent heat of vaporization. So latent heat of fusion എന്താണ്? Heat required to change unit mass of a solid into its liquid state. Into its liquid state at its melting point. ഒരു ബോഡിയുടെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ ഫ്യൂസ് ചെയ്യാൻ എന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്യാൻ എത്ര ഹീറ്റ് വേണം? അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അപ്പോ ഇതെന്ത് വരും? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ LF is equal to Q divided by mass. യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ നേരെ താഴെ വരും. കൊടുത്ത ഹീറ്റ് ഡിവൈഡ് ബൈ, സപ്പോസ് 2 കിലോഗ്രാമിനെ മെൽറ്റ് ചെയ്യാൻ 100 ജൂൾസ് വേണം. 1 കിലോഗ്രാമിനെ മെൽറ്റ് ചെയ്യാൻ എത്ര? 100/250. അത് തന്നെയാണ് കൊടുത്ത ഹീറ്റ് ഡിവൈഡ് ബൈ മാസ് ചെയ്താൽ. ഇനി അടുത്ത എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സംഭവം സെയിം തന്നെ വരും. ഡെഫിനിഷൻ നിങ്ങൾ എഴുതാം. ഹീറ്റ് റിക്വയർഡ് ടു വേപ്പറൈസ് യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്, അറ്റ് ഇറ്റ്സ് boiling point എന്നാവും അല്ലേ? ബോയിലിംഗ് പോയിന്റ് എന്നാവും. ഡെഫിനിഷൻ നിങ്ങൾ തന്നെ എഴുതാം. സോ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അഗൈൻ ദാറ്റ് ഇസ് ഗിവൺ ബൈ Q/M. 2 കിലോഗ്രാമിന് വേപ്പറൈസ് ചെയ്യാൻ 100 ജൂൾസ് വേണം. 1 കിലോഗ്രാമിനാണെങ്കിൽ Q/M. ഓർ ഇവിടെ എന്ത് എഴുതാം? Q is equal to MLF എന്ന് എഴുതാം. ഇവിടെ Q is equal to, അപ്പൊ ഏതാണോ ടെമ്പറേച്ചർ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മെൽറ്റിംഗ് ആണോ ബോയിലിംഗ് ആണോ ഏതാണെന്ന് അവിടെ സംഭവിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് latent heat of vaporization. Latent heat of vaporization. ഇനി വാട്ടറിന്റെ കേസിൽ ഈ 3 ക്വാണ്ടിറ്റീസും പഠിച്ചിരിക്കുന്നതല്ല. ഏത്? സ്പെസിഫിക് ഹീറ്റ്, അതേപോലെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. വാട്ടറിന്റെ കേസിലും ഐസിന്റെ കേസിലൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. സോ ഫോർ വാട്ടർ സ്പെസിഫിക് ഹീറ്റ് S is given by, വാട്ടറിന്റെ പഠിച്ചിരിക്കാൻ വളരെ എളുപ്പമാണ്. 1 calorie per gram degree Celsius. 1 calorie per gram degree Celsius. അതായത് 1 ഗ്രാമിൻ്റെത് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ 1 calorie വേണം. 1 calorie എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.18 ജൂൾസ് ആണ്, അല്ലെങ്കിൽ 4.2 ജൂൾസ് ആണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, 1 calorie. So that is given by 1 calorie 4.2 joule per gram degree Celsius. 4.2 joule per gram degree. ഗ്രാം ആണ്. ഇപ്പൊ കിലോഗ്രാം, 1 ഗ്രാമിന്റെ റൈസ് ചെയ്യാൻ എത്ര വേണം? അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന്റെ റൈസ് ചെയ്യാൻ into 1000 ചെയ്യേണ്ടി വരും. സോ 4200 ജൂൾസ് പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 4.2 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. 4200 ജൂൾസ് പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ഏതിന്റെ കേസ്? വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ്. അതേപോലെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഐസ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് ചെയ്തിട്ട് വാട്ടർ ആണല്ലോ ആവുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ 80 calorie per gram ഉള്ളൂ. അവിടെ ഡിഗ്രി സെൽഷ്യസ് ഇല്ല. യൂണിറ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. Q/M ഉള്ളൂ. മറ്റേതിനകത്ത് Q/M delta T. സോ 80 calorie per gram ഉള്ളൂ. 80 calorie per gram. 80 കാലറീനെ ജൂളിലോട്ട് മാറ്റുകയാണെങ്കിൽ 336 into 4.2 ചെയ്താണല്ലോ ജൂൾ പെർ ഗ്രാം. അതല്ലെങ്കിൽ
336 into 1000 ചെയ്യേണ്ടി വരും. എന്തിനാക്കാൻ? ഒരു ഗ്രാമിന്റെ ചേഞ്ച് ചെയ്യാനാണ് ഇത്രേ. ഒരു കിലോഗ്രാമിന്റെ ചേഞ്ച് ചെയ്യാൻ into 1000 ചെയ്യേണ്ടി വരും. into 1000 ചെയ്യുന്നതിന് കിലോ ജൂൾ എന്ന് എഴുതാം. പെർ കിലോഗ്രാം യൂണിറ്റ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 3.36 into 10⁵ എന്ന് എഴുതാം. കാരണം കിലോ എന്നുള്ള 10⁵ ഉണ്ട്. ഒരു 2 ഡെസിമൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു 10⁵ കൂടി പോയിട്ട് 10⁵ എന്ന് എഴുതാം. That is latent heat of fusion. Latent heat of vaporization. Latent heat of vaporization എന്ന് പറയുന്നത് 540 calorie per gram ആണ്. ഇത് ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പം കാലറി തന്നെയാണ്. കാലറിയിലാവുമ്പോൾ സിമ്പിൾ വാല്യൂസ് ആണ്. 1 380 540 1 80 540 വളരെ സിമ്പിൾ വാല്യൂസ് ആണ്. പക്ഷെ മറ്റേലാവുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൺവേർട്ട് ചെയ്താൽ മതി, നിങ്ങളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. സോ ദിസ് വിൽ ബി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2275 ജൂൾ പെർ ഗ്രാം. 2275 ജൂൾ പെർ ഗ്രാം ആണ്, കിലോഗ്രാം അല്ല. ജൂൾ പെർ ഗ്രാം എന്നുവെച്ചാൽ 2.275 കിലോ ജൂൾ പെർ ഗ്രാം തന്നെയുണ്ട്. ഇതിനെന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കിലോഗ്രാമിലാക്കാൻ. അപ്പൊ കിട്ടാൻ പോകുന്നത് 2.275 ഇൻറ്റു ഒരു 1000 കൂടി വന്നു, പിന്നെ 3 ഡെസിബൽ ഇങ്ങോട്ട് വന്നു, അപ്പൊ 10⁶ ആവും, മെഗാജൂൾ ആവും, മെഗാജൂൾ പെർ കിലോഗ്രാം. വേപ്പറൈസ് ചെയ്യാൻ കുറെ എനർജി കൊടുക്കണം. വേപ്പറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറ്റാൻ ഒരുപാട് എനർജി നമ്മൾ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് latent heat of vaporization and fusion and specific heat of water. ഐസിൻ്റെതും അറിഞ്ഞിരിക്കണം. ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടറിന്റെ ആ സംഭവം തന്നെയാണ്. ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, വാട്ടറിന്റെ പകുതിയാണെന്ന് ആലോചിച്ചാൽ മതി. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, കാരണം ചില ക്വസ്റ്റ്യൻസിൽ ഇത് തരില്ല, ചില ക്വസ്റ്റ്യനിൽ ഇത് തരില്ല, ചില ക്വസ്റ്റ്യനിൽ ഇത് തരാം, ചില ക്വസ്റ്റ്യനിൽ ഇത് തരില്ല. മുമ്പൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ JEEയുടെ മുമ്പത്തെ ഒരു സ്ക്രീനിങ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് 1 കാലറി എന്ന്. 1 കാലറിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 degree Celsius. ഓക്കെ, അതൊരു ഡെഫിനിഷൻ ആണ്. ബട്ട് എക്സാക്ട് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഫ്രം 14.5 degree Celsius ടു 15.5 degree Celsius. ഓക്കെ, ഓരോ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. ഒരു സെക്കൻഡ് നമ്മൾ ഏതൊക്കെയോ ഒരു ക്ലോക്കിന്റെ, ഏതൊരു അറ്റോമിക് ക്ലോക്കിന്റെ ഇത്ര വൈബ്രേഷൻസിന്റെ ടൈമാണ്, അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടില്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ഒരു കാലറി ഡിഫൈൻ ചെയ്യുന്നത്. 1 ഗ്രാമിന്റെ ടെമ്പറേച്ചർ 14.5 degree Celsius ടു 15.5 degree Celsius റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 1 കാലറി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ആ സംഭവങ്ങൾ, ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ഏരിയ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ ആണ്. ഈ കലോറിമെട്രി എന്ന് പറയുന്ന ഏരിയ അധികം പഠിക്കാനൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഹീറ്റ് കപ്പാസിറ്റി, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കാലോറിമീറ്റർ പ്രോബ്ലംസും നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഓർമ്മ. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നു, CBSE ഉണ്ടാവേണ്ടതാണ് ഇതൊക്കെ. ഓക്കെ, സോ എനിവേ ഇതൊക്കെ അപ്പൊ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രോബ്ലംസ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനകത്തുള്ള പ്രോബ്ലംസ് ത്രൂ പ്രാക്ടീസ് മാത്രമേ. കാരണം എങ്ങനെ വരും, ആ പ്രോബ്ലംസ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു -10 degree Celsius ഉള്ള ഐസും 100 degree Celsius ഉള്ള സ്റ്റീമും മിക്സ് ചെയ്യുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം. ഈ സ്റ്റീമിന് ഐസിനെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റുമോ, മെൽറ്റ് ചെയ്തിട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ ആയിട്ട് റൈസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ സിറ്റുവേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ത്രൂ പ്രാക്ടീസ് മാത്രമേ കലോറിമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഇത്രേ ഉള്ളൂ. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, heat loss by hot body is equal to
heat gained by cold body. Heat lost by the hot body is equal to heat gained by cold body. Okay, heat gained by cold body. ഇത്രയേ ഉള്ളൂ ഏത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഫേസ് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ, if there is no phase change എന്ന് പറഞ്ഞാൽ മെൽറ്റിങ്ങോ ബോയിലിങ്ങോ ഒന്നും നടക്കുന്നില്ലെങ്കിൽ അവിടെ ഹീറ്റ് ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യൂ. ഹീറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ടെമ്പറേച്ചർ ചേഞ്ച്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ എഴുതാം, MHSH അയാളുടെ ടെമ്പറേച്ചർ TH മൈനസ് ഒരു കോമൺ ടെമ്പറേച്ചറിലോട്ട് എത്തും, M cold ഇൻറ്റു അയാളുടെ ടെമ്പറേച്ചർ TC എന്ന് എന്ത് ചെയ്തു, നമ്മളൊരു മിക്സ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ തെർമൽ കോണ്ടാക്റ്റിൽ മറ്റാളുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. TC ടു T അല്ല, ടെമ്പറേച്ചർ T മൈനസ് TC എന്നാണ് എഴുതേണ്ടത്. ഇറ്റ് ഷുഡ് ബി T മൈനസ് TC. T മൈനസ് TC എന്നാവും, അയാളുടെ ടെമ്പറേച്ചർ കൂടും. സോ ഇയാളുടെ ടെമ്പറേച്ചർ 100 to 60 ആവുമ്പോൾ അയാളുടെ ടെമ്പറേച്ചർ ചിലപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, 40 to 60 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 60 മൈനസ് 40 എന്നാണ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ടാണ് എഴുതേണ്ടത്. സോ ദാറ്റ് ഈസ് അബൌട്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് കലോറിമെട്രി. ഇത്രയാണ് കലോറിമെട്രിയിൽ ഉള്ളൊരു സംഭവം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഹീറ്റ് കൊടുത്താൽ എങ്ങനെയായിരിക്കും ആ ബോഡിയുടെ ഷേപ്പ്. ഇപ്പോൾ ബോഡിയുടെ ഗ്രാഫ് എങ്ങനെയാണ്, ഒരു ബോഡിക്ക് ഹീറ്റ്, ഇഫ് ഹീറ്റ് ഈസ് given to an object, it can be either used for rising the temperature or change its phase. ഒരു ബോഡിക്ക് നമ്മൾ ഹീറ്റ് കൊടുത്താൽ നമ്മൾ ഈ കലോറിമെട്രി പ്രോബ്ലംസിലൊക്കെ എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒന്നെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചും അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഫേസ് ചേഞ്ച്, ഒന്നെങ്കിൽ മെൽറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കലോറിമെട്രി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡ്യൂറിങ് ഫേസ് ചേഞ്ച് ദർ ഇസ് നോ ടെമ്പറേച്ചർ ചേഞ്ച്, അതേപോലെ തന്നെ ഡ്യൂറിങ് ടെമ്പറേച്ചർ ചേഞ്ച് ദർ ഇസ് നോ ഫേസ് ചേഞ്ച്. ആക്ച്വലി അങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഇവാപറേഷൻ ഒക്കെ ഏത് സമയത്തും നടക്കാം. പക്ഷെ ഡ്യൂറിങ് ഫേസ് ചേഞ്ച് ദർ ഇസ് നോ ടെമ്പറേച്ചർ ചേഞ്ച്, ഡ്യൂറിങ് ടെമ്പറേച്ചർ ചേഞ്ച് ദർ ഇസ് നോ ഫേസ് ചേഞ്ച്. അങ്ങനെയാണ് നമ്മൾ വരക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്തു, ഹീറ്റ് കൊടുക്കുകയാണ് ഒരു ഒബ്ജക്റ്റ്. ഐ എം ഗിവിംഗ് ഹീറ്റ് ടു ഐസ് ഉണ്ട്, -10 ഡിഗ്രി സെൽഷ്യസ് ഐസ് ഉണ്ട്, അതിന് ഹീറ്റ് കൊടുത്തു. അപ്പൊ ഇപ്പോൾ ഉള്ളത് -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് ഹീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക, നേരിട്ട് അത് മെൽറ്റ് ചെയ്യോ, വിൽ ഇറ്റ് മെൽറ്റ്, നേരിട്ട് അത് മെൽറ്റ് ചെയ്യോ, -10 ഡിഗ്രി സെൽഷ്യസ് ഐസ് മെൽറ്റ് ചെയ്യോ, ഇല്ല. ഇഫ് ഐ എം ഗിവിംഗ് ഹീറ്റ് ടു ദി ഒബ്ജക്ട്, ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ റൈസ്. ഈ റീജിയനിൽ എന്ത് മാത്രമേ ഉള്ളൂ, ടെമ്പറേച്ചർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ മെൽറ്റിംഗ് ഫ്രം -10 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ എന്ത് ചെയ്യും, ഇനി കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ മെൽറ്റിംഗ്, മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്. ഇനിയും ഹീറ്റ് കൊടുത്താൽ ദാറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ മെൽറ്റിംഗ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ആണ്, ഫുൾ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ആണ്. ഇവിടെ എത്തുമ്പോൾ ഫുള്ള് മെൽറ്റ് ചെയ്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആയിട്ട്. ഇനി ഞാൻ ഹീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക, ഇനി ഞാൻ ഹീറ്റ് കൊടുത്താൽ അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാണ്, ദർ ഇസ് നോ ഫേസ് ചേഞ്ച്, ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ റൈസ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്തും അല്ലെ, 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആയിട്ട് മാറും. ഇനി ഹീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, അത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം ആവും, പിന്നെ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും.
സ്റ്റീമിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. സോ ഈ റീജിയനിലും ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ദർ ഇസ് നോ ഫേസ് ചേഞ്ച്. അതേപോലെ ഈ റീജിയനിൽ ടെമ്പറേച്ചർ നോക്കിയ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഫേസ് ചേഞ്ചിന്റെ സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ ചേഞ്ചിന്റെ സമയത്ത് ഫേസ് ചേഞ്ചും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യുന്നത്. കലോറിമെട്രിയിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കലോറിമെട്രി. ഇതിലെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. കലോറിമെട്രിയിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, കാര്യമായിട്ടൊന്നുമില്ല. 10th പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 26, ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കിയേ. A piece of ice falls from a height h so that it melts completely. Only 1/4 of the heat produced is absorbed by the ice, and all energy of ice gets converted into heat during its fall. The value of h is, what is the value of h? So അതായത് ഒരു പീസ് ഓഫ് ഐസ് എന്ത് ചെയ്യണം, ഒരു h ഹൈറ്റ് നിന്ന് ഫോളോ ചെയ്യാണ്. ഇറ്റ്സ് ഫോളിങ് ഫ്രം എ ഹൈറ്റ് h. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഫുൾ എനർജിയും എന്തായിട്ട് മാറുന്നുണ്ട്, ഹീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓൺലി 1/4 ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, all energy gets converted into heat എന്നാണ് പറഞ്ഞത്. Okay, during the fall its complete energy is converted into heat. ആ കംപ്ലീറ്റ് എനർജി ഹീറ്റ് ആയിട്ട് മാറിയതിൽ 1/4 ഓഫ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി ഐസ്. മനസ്സിലായോ? ആ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിൽ 1/4 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഐസിന് കിട്ടുന്നുള്ളൂ. ബാക്കി സറൗണ്ടിങ് എയറിലോട്ട് ഹീറ്റ് ആയിട്ട് പോവാണ്, ഐസിന് കിട്ടുന്ന എത്രയേ ഉള്ളൂ, ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിലെ 1/4 മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യും. ആ ഹീറ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാര്യമായിട്ടൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ മതിയോ. സോ പറഞ്ഞെന്താണ്, ഹീറ്റ് പ്രൊഡ്യൂസർ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അയാൾക്ക് ഉണ്ടായിരുന്ന ഫുൾ എനർജിയും ഹീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അയാൾക്ക് ഉണ്ടായിരുന്ന ഫുൾ എനർജിനെ നമുക്ക് എന്ത് എഴുതാം, mgh എന്ന് എഴുതാം അല്ലെ. കാരണം തന്നിട്ടുള്ള ഹൈറ്റിൽ ഒരു ഹൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം റിലേറ്റീവ്ലി കുറവാണ്. വളരെ ലാർജ് ഹൈറ്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആക്ച്വലി mgh എന്ന് എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നു mgh / 1 + h/r എന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ mgh മതി. കാരണം എർത്തിന്റെ റേഡിയസിനേക്കാളും 1/10 കുറവാണ് എല്ലാം തന്നിട്ടുള്ളത്. 34, 136, 544 മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ നല്ല ഹൈറ്റ് വരുന്നുണ്ടെങ്കിൽ 544 ആണെന്ന് മനസ്സിലാക്കി ചെയ്താണ്. Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അയാളുടെ ഫുൾ എനർജിയും ഹീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിനകത്ത് 1/4 മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ, ഐസിന് കിട്ടുന്നുള്ളൂ. സോ ഐസിന് കിട്ടുന്ന ഹീറ്റ് എത്രയാണ്, mgh/4 ആണ്. Using this energy, 1/4 of energy, it can be melted. So mass into latent heat of fusion. എത്രയാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടത്, മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ Q/LF ആണ്. എത്രയാണോ കിട്ടിയ ഹീറ്റ് ഡിവൈഡ് ബൈ LF ആണ്, സോറി ഡിവൈഡ് ബൈ മാസ് ആണ്. സോ Q is equal to mass into latent heat of fusion. LF is equal to Q/mass ആണ്. സോ M ക്യാൻസൽ ചെയ്ത് പോകും, M will cancel. LF നമുക്കറിയാം, ഐസിന്റെ LF എത്രയാണ്, 80 കാലറി അല്ലെ. 80 കാലറി, അതല്ലെങ്കിൽ 80 കാലറി പെർ ഗ്രാം, അതല്ലെങ്കിൽ എത്രയാണ് 336 ജൂൾ പെർ ഗ്രാം, അതല്ലെങ്കിൽ 336 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ ഇവിടെ എല്ലാം SI യൂണിറ്റിൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. സോ H is equal to 4LF divided by G എന്ന് വരും. ഇറ്റ് വിൽ ബി 4 into 336 into 10⁻3. ഞാൻ SI യൂണിറ്റിലാണ്, കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് എടുക്കുന്നത്. 336 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. 336 into 10⁻3 ബൈ G എന്ന് പറയുമ്പോൾ 10 ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് വിൽ ബി 10⁻². 4 into 336 എന്ന് പറയുമ്പോൾ 1044 ആണ്. എത്രയാണ്, 4 into 300 1200. 336 എന്ന് പറയുമ്പോൾ
36 into 4 എന്ന് പറയുമ്പോൾ 36 into 4 144. എനിക്ക് തോന്നുന്നത് 1344 into 10 raised to 2 എന്ന് വരും. അല്ലെങ്കിൽ 134.4 into 10 raised to 3 meter. 10 raised to 3 meter or 134.4 kilometers. 134.4 kilometers. ഏകദേശം എത്രയാണ് ഓപ്ഷൻ സി? ജിയുടെ വാല്യൂ 9.8 എടുക്കുകയാണെങ്കിൽ പിന്നെയും കുറയും, ചെറിയൊരു വ്യത്യാസം വരും. There will be a small change. അല്ലെങ്കിൽ ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് 3.4 എടുക്കാനാണ് അവർ പറഞ്ഞത്. 336 പകരം 3.4 എന്ന് വെച്ചാൽ 340 കിലോ ജൂൾസ് എടുക്കാനാണ് പറഞ്ഞത്. 340, അതായത് ഇവിടെ 10 raised to 3 എന്നൊരു 10 raised to 5 എന്നൊരു 10 raised to 2 ഇങ്ങോട്ട് കൊടുത്താൽ 340 ആയില്ല. 340 എടുക്കാനാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ചെറിയ വ്യത്യാസം. അതും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ അത്ര ബോധർ ചെയ്യേണ്ട ആവശ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റീം അറ്റ് 100 degree Celsius. അടുത്ത 29 ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Steam at 100 degree Celsius is passed into 20 gram of water at 10 degree Celsius. So we have 20 gram of water and unlimited amount of steam. When water acquires a temperature of 80 degree Celsius, the mass of water present will be how much water will be present in the mixture എത്ര വാട്ടർ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. So steam at 100 degree Celsius ഉണ്ട് നമ്മുടെ കയ്യിൽ. We have steam at 100 degrees Celsius. സോ നമ്മുടെ കയ്യിൽ 20 gram ഓഫ് വാട്ടർ ഉണ്ട്. ഒരു ബീക്കറിനകത്ത് 20 gram ഓഫ് വാട്ടർ ഉണ്ട്. ഇതിന്റെ മുകളിലൂടെ നമ്മൾ സ്റ്റീം പാസ് ചെയ്തു. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം പാസ് ചെയ്യും. അപ്പൊ സ്റ്റീം പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റീമിൽ നിന്ന് ഇയാൾക്ക് ഹീറ്റ് കിട്ടും, ഇയാളുടെ ടെമ്പറേച്ചർ കൂടും. സ്റ്റീമിൽ നിന്ന് ഹീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീം ഓട്ടോമാറ്റിക്കലി കണ്ടൻസും ചെയ്യും. സ്റ്റീമിൽ നിന്ന് ഹീറ്റ് എടുക്കുമ്പോൾ സ്റ്റീം കണ്ടൻസ് ചെയ്യും, ഇയാളുടെ ടെമ്പറേച്ചർ കൂടും ചെയ്യും. ഇയാളുടെ ടെമ്പറേച്ചർ കൂടും. സോ ഇയാള് എത്ര യൂസ് ചെയ്യുന്നു, ബേസിക്കലി അപ്പോ ഇതിലോട്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ ഫൈനൽ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ആവാണ് ചെയ്യണം. ഫൈനലി ഇയാളുടെ ടെമ്പറേച്ചർ 22 എന്തായിട്ട് മാറും? 20 ഡിഗ്രി സെൽഷ്യസ് ടു 80 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് കറക്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഈ 20 gram വാട്ടർ എന്തായിട്ട് മാറുന്നു? 20 gram വാട്ടർ 80 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു. അപ്പോ എത്രയാണോ ഹീറ്റ് കിട്ടിയത് അത് ആരാണ് സപ്ലൈ ചെയ്തത്? സ്റ്റീം ആണ് സപ്ലൈ ചെയ്തത്. സ്റ്റീം എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോഴാണ് അത് സപ്ലൈ ചെയ്യുന്നത്. സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ടാണ് അത് സപ്ലൈ ചെയ്യുന്നത്. സ്റ്റീം കണ്ടൻസ് ചെയ്ത് വാട്ടറിലോട്ട് ഫോളോ ചെയ്യുമ്പോൾ സ്റ്റീമിന്റെ ശരിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യണം. പക്ഷെ ആ സ്റ്റെപ്പ് ഇവിടെ ഇറലവന്റ് ആയിട്ടാണ് വരിക. കാരണം ആ 20 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യാനുള്ളത് ആ സ്റ്റെപ്പ് ഇറലവന്റ്. ആ സ്റ്റെപ്പ് ഇറലവന്റ് ആയിട്ടാണ് വരിക. എന്നാലും നമുക്ക് നോക്കാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ആരാണ് ഇവിടുത്തെ ഹോട്ട് ബോഡി? സ്റ്റീം ആണ്. കോൾഡ് ബോഡി ആരാണ്? വാട്ടർ ആണ്. ആ 20 gram വാട്ടർ ആണ് കോൾഡ് ബോഡി. കോൾഡ് ബോഡി ഗെയിൻ ചെയ്യുന്ന ഹീറ്റ് ആണ് ഹോട്ട് ബോഡി ലൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീം എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ലൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കണ്ടൻസ് ചെയ്യുമ്പോൾ ഹീറ്റ് ലൂസ് ചെയ്യും. സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് മാറുമ്പോൾ ഹീറ്റ് ലൂസ് ചെയ്യും. അതേപോലെ തന്നെ വാട്ടർ ആയിട്ട് മാറുമ്പോൾ അത് വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ എന്തായിട്ടാണ് മാറുന്നത്? വാട്ടറിന്റെ ടെമ്പറേച്ചർ ആയിട്ടാണ് മാറുന്നത്. അതായത് ഇപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീം എന്തായിട്ട് മാറും? 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആയിട്ട് മാറും. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ 100 നിന്ന് 80 വരണം. 100 നിന്ന് 80 വരുന്നുണ്ട്, മനസ്സിലായി? പക്ഷെ ആ സ്റ്റെപ്പ് കാരണം ഉണ്ടാവുന്ന ഹീറ്റ് ലോസ് ഇവിടെ വളരെ കുറവായിരിക്കും. അതെടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, അതെടുക്കാതെ ചെയ്താലും ഏകദേശം സെയിം ആൻസർ തന്നെ വരും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? heat gained by the water, heat gained by water is equal to heat loss from steam. സ്റ്റീമിൽ നിന്ന് ലോസ് ചെയ്ത ഹീറ്റ് ആണ്
സ്റ്റീമിൽ നിന്ന് ലോസ് ചെയ്ത ഹീറ്റ് ആണ് വാട്ടർ ഗെയിൻ ചെയ്യുന്നത്. ആ വാട്ടർ ഗെയിൻ ചെയ്യുന്ന ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണ്ടൻസിങ് ദി അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്? സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ടാണ് ആ ഹീറ്റ് കിട്ടുന്നത്. ഓക്കെ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 80 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്താനാണ്. സോ 20 gram ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം, അല്ലെ? സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം into water, specific heat of water, 20 into specific heat of water into എവിടുന്ന് എവിടെ എത്തി? 80 to 20 എത്തി. ഇതാണ് കോൾഡ് ബോഡി ഗെയിൻ ചെയ്ത ഹീറ്റ്. 20 into specific heat of water into ഇത് 80 minus 20 ms delta T. ഇനി സ്റ്റീം ലൂസ് ചെയ്ത ഹീറ്റ് എന്തൊക്കെയാണ്? സ്റ്റീം ലൂസ് ചെയ്യുന്ന ഹീറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം സ്റ്റീം കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുമ്പോൾ ഹീറ്റ് ലൂസ് ചെയ്യും എന്ന് വെച്ചാൽ വേപ്പറൈസ് ചെയ്യുമ്പോൾ എത്രയാണോ കൊടുത്തത് അത്രയും ലൂസ് ചെയ്യും. സോ സ്റ്റീം കണ്ടൻസ്ഡ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. കണ്ടൻസേഷൻ വേപ്പറൈസേഷന്റെ സമയത്ത് നമ്മൾ അങ്ങോട്ട് ഹീറ്റ് കൊടുക്കും, സെയിം ഹീറ്റ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. മാസ് ഓഫ് സ്റ്റീം ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ശരിക്കും ഇത് മാത്രം പോരാ, പിന്നെ എന്തും കൂടി ഒരു സ്റ്റെപ്പും കൂടി എഴുതണം. മാസ് ഓഫ് സ്റ്റീം ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു 100 minus 80 എന്നും കൂടി എഴുതണം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു 100 minus 80. എന്തിനാണ് ആ സ്റ്റെപ്പും കൂടി എഴുതിയത്? എന്ന് ചോദിച്ചാൽ, ആദ്യം സ്റ്റീം കണ്ടൻസ് ചെയ്യും. അപ്പൊ എന്തായിട്ട് മാറും? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ടും. അപ്പൊ ഈ ഞാൻ നേരത്തെ വരച്ച ഡയഗ്രാം നോക്കിയാൽ മതി. സ്റ്റീമിന്റെ കേസ് എവിടെ നിന്നാണ് വരുന്നത്? വാട്ടർ എവിടെ നിന്നാണ് വരുന്നത്? നോക്കിയാൽ മതി. വാട്ടർ എവിടെ നിന്നാണ് വരുന്നത്? വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇവിടുന്ന് ഈ 20 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് വിൽ ബി സംവെയർ ഹിയർ. ഞാൻ ഈ നീലയിൽ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണുള്ളത്. അതെവിടെയാണ് എത്തുന്നത്? ഇവിടെയാണ് എത്തുന്നത്. അത്രയും ഹീറ്റ് ആണ് ഇവിടെ ആവശ്യം. പക്ഷെ സ്റ്റീം എവിടെ നിന്നാണ് വരുന്നത്? സ്റ്റീം ഇവിടെ, അല്ലെ? സ്റ്റീം ഇവിടെ നിന്നാണ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പോയിട്ട് കണ്ടൻസ് ചെയ്തിട്ട് പിന്നെ എവിടെ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ഹീറ്റ് എടുക്കണം? ഈ കണ്ടൻസ് ചെയ്യുമ്പോൾ ലൂസ് ചെയ്ത ഈ ഹീറ്റ് എടുക്കണം. പിന്നെ ഈ 80 ഡിഗ്രി സെൽഷ്യസിൽ മീറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് എത്താൻ വേണ്ടി ലൂസ് ചെയ്ത 100 നിന്ന് 80 എത്താൻ വേണ്ടി ലൂസ് ചെയ്ത ഹീറ്റും എടുക്കണം. വാട്ടറിന്റെ കേസ് ആണെങ്കിൽ ഇത് മാത്രമേ. പക്ഷെ ഈ ഹീറ്റ് കണ്ടൻസ് ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടൻസേഷന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ, 540 കാലറി പെർ ഗ്രാം ആണ്. 540 കാലറി. മറ്റേത് 1 കാലറിയേ ഉള്ളൂ. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. എന്നിരുന്നാലും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിത് ചെയ്യാം. സോ ഇനി ഇതെന്ത് ചെയ്യാണ്? ഇത് ഇക്വേറ്റ് ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ. ആ സ്റ്റെപ്പ് എടുത്താലും ഇല്ലെങ്കിലും ഏകദേശം സെയിം ആൻസർ വരുന്നു തോന്നുന്നു. സോ ഞാൻ പറയുമ്പോൾ കാലറിയിൽ എടുത്താൽ മതി. ദിസ് ഈസ് 1 കാലറി, ദിസ് ഈസ് 540 കാലറി, ദിസ് ഈസ് 1. സോ ഇത് നമ്മൾ ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി 20 ഇൻറ്റു ഇവിടെ എത്രയാ വരെ? 20 ഇൻറ്റു 60. കാലറിയിൽ എടുക്കുന്ന കേട്ടോ ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. കാലറിയിൽ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നെ ഇവിടെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എടുക്കാനുള്ള റീസണും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ആയിട്ടാണ് അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നത്. ഓക്കെ, വാട്ടർ ആയിട്ടാണ് അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നത്. സോ മാസ് ഓഫ് സ്റ്റീം ഇൻറ്റു 540 പ്ലസ് അപ്പുറത്തുള്ളത് 1 ഇൻറ്റു 20 ആണ്. 560. സോ മാസ് ഓഫ് സ്റ്റീം കണ്ടൻസിന് എത്ര വരും? 1200 ഡിവൈഡഡ് ബൈ 560 എന്ന് വരും. 1200 divided by 560. This will be 120 divided by 56. 120 divided by 56 എത്രയാണ്? 120 divided by 60 അറിയാം, 2 ആണ്. So this will be 2.2 or something, 2.2 grams. 2.2 ഓ 2.1 ഓ എത്രയാണെന്ന് വെച്ചാൽ അത്രയും. So ഫൈനൽ മിക്സറിൽ എത്ര വാട്ടർ ഉണ്ടാണ് ചോദിച്ചത്. സോ ഓൾറെഡി ഒരു 20 gram ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു 2.2 കൂടി വന്നു. ഇനി ഇതിന് പകരം നിങ്ങൾ ഇത് 520 ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ അതും കൂടി യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതെന്ത് വന്നേനെ? 540 മാത്രം വന്നേനെ. വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറയുന്നില്ല എന്ന് എടുക്കുകയാണെന്ന്, കണ്ടൻസ് ചെയ്ത സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കുറയുന്നില്ല എന്ന് എടുക്കുകയാണെങ്കിൽ 540 വന്നേനെ.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് 2.3 എന്നാവും മാത്രം. 2.2 ഉള്ളത് 2.3യോ 2.1 ഉള്ളത് 2.2ഓ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മാറുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ ഏതാ വരിക? ഓൾറെഡി ഒരു 20 ഗ്രാം ഉണ്ടായിരുന്നു. ഓൾറെഡി വി ഹാഡ് 20 ഗ്രാം. അതിനകത്തുനിന്ന് ഏകദേശം ഒരു 2.2 ഗ്രാം അല്ലെങ്കിൽ 2.3 ഗ്രാം കണ്ടൻസ് ചെയ്തു. 2.3 ഗ്രാം കണ്ടൻസ് ചെയ്തു. ഏതാണ് ആൻസർ വരെ? ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഞാൻ എക്സാക്ട് ഒന്നും ചെയ്തിട്ടില്ല. എക്സാമിന് എന്താണ് വാല്യൂസ് അത്ര ക്ലോസ് ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ കുറെ സമയം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഏകദേശം എത്ര വാല്യൂ വരും എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. അല്ലാതെ എല്ലാ വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല നമുക്ക്. വി വിൽ നോട്ട് ഹാവ് സഫിഷ്യന്റ് ടൈം ടു ഡു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. കാൽക്കുലേഷൻസ് പ്രോബ്ലം നോക്കുമ്പോൾ അതിന്റെ കൂടെ എന്തും കൂടി നോക്കണം, ഓപ്ഷനും കൂടി നോക്കണം. എന്നിട്ട് അപ്രോക്സിമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ അപ്രോക്സിമേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ. 100/9 അല്ലെങ്കിൽ 100/9.5 ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ നിൽക്കരുത്. 100/10 എടുത്തിട്ട് ചെയ്യണം. മനസ്സിലായി? സോ എല്ലാം ഒന്നും എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് 22 × 43 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ഏകദേശ വാല്യൂ എത്ര വരും ആ റേഞ്ച് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യും. അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ അങ്ങനെ ഒരാൾ പോയി ചെയ്യാന്നുണ്ടെങ്കിൽ ആളുടെ അറിയുന്ന ക്വസ്റ്റ്യൻ കൂടി ചിലപ്പോൾ തെറ്റിക്കും. സോ ത്രൂ പ്രാക്ടീസ് വി ക്യാൻ മേക്ക് ഇറ്റ്. സോ that's it. That's the question. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 52nd question. If 1 gram of steam is mixed with 1 gram of ice, then the resultant temperature of the mixture will be resultant temperature of the mixture. ഇതാണ് ഞാൻ പറഞ്ഞൊരു ടൈപ്പ്. ഇപ്പൊ ടെമ്പറേച്ചർ എത്രയാണെന്ന് തന്നിട്ടില്ല. സോ 1 ഗ്രാമിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം, ഐസിന്റെ ടെമ്പറേച്ചർ. പക്ഷെ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണോ ഉണ്ടാവുക? അല്ല, അതിന്റെ താഴെയുള്ള ടെമ്പറേച്ചറിലും ഐസ് തന്നെയാണ്. -10ലും ഐസ് തന്നെയായിട്ടാണ് നിൽക്കുക, -20ലും ഐസ് തന്നെയാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസും ഇയാള് 100 ഡിഗ്രി സെൽഷ്യസും ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 100 ഡിഗ്രി സെൽഷ്യസും ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. And the resultant temperature of the mixture is, what is the resultant temperature of the mixture? So ഇതിനകത്ത് ഏതൊക്കെ ആൻസർ വരാം നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതൊക്കെ ആൻസർ വരാൻ ചാൻസ്? ഓപ്ഷൻ നോക്കിയിട്ട് which of the options can be the answer? ഓപ്ഷൻ നോക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. It can be 50 ആവാം, അതല്ലെങ്കിൽ 100 ആവാം. അതല്ലാതെ 270 230 ആവാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മിക്സ് ചെയ്യുന്ന 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതും 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതും പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസും ആണ്. അപ്പൊ ഏതായാലും ഒന്നുകിൽ അതിന്റെ ഇടയിലോ ആ വാല്യൂ മാത്രമേ വരാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് 100 ആണ് ഈ കേസിൽ ആൻസർ വരികയാണെന്ന് എനിക്ക് തോന്നുന്നത് 100 ആയിരിക്കും. അത് എന്തുകൊണ്ട് 100 വന്നു എന്ന് ചോദിച്ചാൽ എക്സാക്ട് നടുവ് പോയിട്ട് മീറ്റ് ചെയ്യണമെന്ന് യാതൊരു കണ്ടീഷനും ഇല്ല. ടെമ്പറേച്ചർ ലോസ് ബൈ ദി ഹോട്ട് ബോഡി ഈസ് നോട്ട് ഈക്വൽ ടു ടെമ്പറേച്ചർ ഗെയിൻ ബൈ ദി കോൾഡ് ബോഡി. ടെമ്പറേച്ചർ അല്ല ഇക്വേറ്റ് ചെയ്യുന്നത്, ഹീറ്റ് ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീമിന് കണ്ടൻസ് ചെയ്യാനുള്ള ഹീറ്റ് അല്ല, സെയിം ഹീറ്റ് അല്ല റിലീസ് ചെയ്യുന്ന സെയിം ഹീറ്റ് അല്ല എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പർ ഫ്യൂഷൻ എന്താണ്? വളരെ കുറവാണ്. അത് 80 ഉള്ളൂ. സ്റ്റീമിന്റെ കേസിൽ അത് എത്രയുണ്ട്? അല്ലെ, വളരെ ലാർജ് വാല്യൂ അല്ലേ, 540 ഇല്ലേ? അപ്പൊ കുറച്ച് സ്റ്റീം മെൽറ്റ് ചെയ്താൽ മതി, കുറച്ച് സ്റ്റീം കണ്ടൻസ് ചെയ്താൽ മതിയാവും. എന്തിനാ? ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞു മനസ്സിലായോ? ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റീം കണ്ടൻസ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫിലോട്ട് ഒന്നും കൂടി നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഗ്രാഫ് വൺസ് മോർ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ് വൺസ് മോർ. ഗ്രാഫിനകത്ത് ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ഈ സംഭവങ്ങൾ, ഈ 80 ഡിഗ്രി സെൽഷ്യസ് ഒന്നും വേണ്ട, ഈ സംഭവങ്ങളൊക്കെ പോട്ടെ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആരൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ഐസും ഉണ്ട്, 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീമും ഉണ്ട്.
We have 0 degrees Celsius ice and 100 degrees Celsius steam. ഞാൻ പറഞ്ഞു ഐസ് സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യുന്ന അത്രയും ഹീറ്റ് വേണ്ട. ആരെ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യുന്ന അത്രയും വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ? നല്ലൊരു കളർ പറഞ്ഞു. ഇത്രയും കളർ ഉള്ളു ഇതിന്. ഓക്കെ, പച്ചെടുക്കും. സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യുന്ന അത്രയും ഹീറ്റ് വേണ്ട. എന്തിനെ? ഐസിനെ മെൽറ്റ് ചെയ്യാൻ. മനസ്സിലായി? അപ്പോ സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് വെച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, സ്റ്റീം കുറച്ച് ഒരു 0.2 gram ഓഫ് സ്റ്റീം മെൽറ്റ് ചെയ്യുമ്പോഴേ കണ്ടൻസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യാം, കാരണം സ്റ്റീം കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യും. കാരണം സ്റ്റീമിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ. സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും, അതായത് ഒരു 0.2 gram ഓഫ് സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോഴേക്കും എവിടെ എത്തിയിട്ടുണ്ടാവും? ഐസ് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, ഫുള്ള് മെൽറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഐസ് ചിലപ്പോൾ ഫുള്ള് മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ടുണ്ടാവും. 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റീം ഇപ്പോഴും എവിടെയുള്ളൂ? ഒരു 0.2 gram മെൽറ്റ് ചെയ്തിട്ട് 0.2 gram കണ്ടൻസ് ചെയ്തിട്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇനിയും ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും അണ്ടിൽ ദെയർ ടെമ്പറേച്ചേഴ്സ് ബിക്കം ഈക്വൽ. അപ്പൊ എന്ത് ചെയ്യും, സ്റ്റീം എന്ത് ചെയ്യും, പിന്നെയും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇവിടെ എവിടെയെങ്കിലും എത്തും. അവിടെ എവിടെയെങ്കിലും എത്തുമ്പോഴേക്കും ആ ഹീറ്റ് കിട്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അഗൈൻ സ്പെസിഫിക് ഹീറ്റ് വളരെ കുറവാണ്, ഞാൻ പറഞ്ഞു. കമ്പയർഡ് ടു ദി ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ സ്പെസിഫിക് ഹീറ്റ് വളരെ കുറവാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഇങ്ങനെ പോയി എവിടെ എത്തിയിട്ടുണ്ടാവും? ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ രണ്ടുപേരും ടെമ്പറേച്ചർ ഈക്വൽ ആയി, 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആയിട്ട് മാറി. ഇനി ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നു എന്ന് വെച്ചാൽ ഇയാൾ എത്ര കണ്ടൻസ് ചെയ്തോ അപ്പൊ ഇയാൾ അത്രയും വേപ്പറൈസ് ചെയ്യും. സോ ഇനി മാസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഇനി 100 ഡിഗ്രി സെൽഷ്യസ് നിൽക്കുകയാണ്. ഇങ്ങനെയാണോ സിറ്റുവേഷൻ? ഇങ്ങനെയാവാം എന്നേ ഞാൻ പറഞ്ഞോളൂ. മനസ്സിലായോ? ഇങ്ങനെയാവാം, ഇതാവാം സിറ്റുവേഷൻ. അതല്ലെങ്കിൽ സപ്പോസ് ഐസ് കുറെ ഉണ്ട്, നമ്മുടെ കയ്യിൽ 100 gram ഓഫ് ഐസ് ഉണ്ട്, 1 gram ഓഫ് സ്റ്റീം ഉള്ളൂ. അപ്പോൾ ഐസിനെ മെൽറ്റ് ചെയ്യാനായിരിക്കും, കാരണം 100 gram ഉണ്ടല്ലോ, അപ്പൊ കൂടുതൽ ഹീറ്റ് വേണ്ടി വരും. സോ ഐസിനെ മെൽറ്റ് ചെയ്യുമ്പോഴേക്കും ഐസിനെ ഫുൾ ആയിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെ എത്തുമ്പോഴേക്കും സ്റ്റീം ഫുൾ ഇവിടെ എത്തിയിട്ടുണ്ടാവാം. അങ്ങനെ പല സിറ്റുവേഷൻസ് വരാം, ഡിപ്പെൻഡിങ് ഓൺ ദി മാസ് ആൻഡ് ദി ഒബ്ജക്റ്റിനനുസരിച്ച് മാസിനനുസരിച്ചും പല സിറ്റുവേഷൻസ് വരാം. അപ്പൊ അത് പ്രോബ്ലംസ് വഴി മാത്രം, പ്രാക്ടീസ് വഴി മാത്രമേ എവിടെ എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐ എം ഡൂയിങ് ദിസ്. ഇതാണ് ലോജിക്. നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. ആദ്യം സ്റ്റീം ഫുൾ ആയിട്ട് കണ്ടൻസ് ചെയ്യുന്നുണ്ടോ? കണ്ടൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വിൽ ബി സംവെയർ. ഒരു മിനിറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ വിൽ ബി സംവെയർ ഹിയർ. ഒരാൾ മെൽറ്റ് ചെയ്ത് മറ്റേ കണ്ടൻസ് ചെയ്തു, രണ്ടാളും വാട്ടർ ആയി, നടുവിൽ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യും. പക്ഷെ അതാണോ സിറ്റുവേഷൻ എന്ന് നമുക്ക് അറിയില്ല. വി ഹാവ് ടു ഡു ഇറ്റ് അവർ ഓൺ. നമ്മൾ തന്നെ ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ വി ഹാവ് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് 1 gram, ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് 1 gram. ഓക്കെ, 1 gram. ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് required to melt the ice completely. Heat required to melt the ice completely. ഈ സിറ്റുവേഷൻ എവിടെയാണ്? ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനല്ല ഞാൻ ഈ സ്റ്റെപ്പുകൾ എഴുതുന്നത്. ഇത് എവിടെയാണ് ഈ സിറ്റുവേഷൻ കിടക്കുന്നത്? കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം ആണോ? കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം അല്ല, കംപ്ലീറ്റ് വാട്ടർ ആയിട്ട് മാറുന്നുണ്ടോ? അതല്ല കംപ്ലീറ്റ് സ്റ്റീം ഫുൾ ആയിട്ട് കണ്ടൻസ് ചെയ്യുന്നില്ലേ? അതല്ലെങ്കിൽ ഐസിനെ ഫുൾ ആയിട്ട് മെൽറ്റ് ചെയ്യുന്നില്ലേ എന്നുള്ള സിറ്റുവേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സോ ഹീറ്റ് റിക്വയർഡ് ടു മെൽറ്റ് ദി ഐസ് കംപ്ലീറ്റ്ലി. എന്താണ്? മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദാറ്റ് ഈസ് മാസ് ഈസ് 1 gram, 80 calorie. 80 calorie ഈസ് റിക്വയർഡ്. ഐസിനെ മെൽറ്റ് ചെയ്യാൻ 80 calorie വേണം. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് Q1. ഇനി അടുത്തത് heat required to take 0 degree Celsius water from to 100 degree Celsius water. 0 degree Celsius water to 100 degree Celsius water. അപ്പൊ എന്തായി? 80 calorie ഐസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തു നമ്മൾ അസ്യൂം ചെയ്യാണ്.
ഇങ്ങനെ അസ്യൂം ചെയ്യാനുള്ള റീസൺ സ്റ്റീമിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വളരെ കൂടുതലായതുകൊണ്ട് മെൽറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുകയാണ്. ഓക്കെ, അതല്ലെങ്കിൽ വേറെ സ്റ്റെപ്പുകൾ, ഇത് സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. Heat required to take 0 degrees Celsius water to 100 degrees Celsius water, that is ms delta T, that is 1 into S എന്ന് പറയുന്ന സ്പെസിഫിക് ഹീറ്റ് തന്നെ 100 minus 0, that is 100 calorie. 100 calories required. So total 180 calorie മതി. എവിടുന്ന് എവിടെ എത്താൻ 0 ഡിഗ്രി സെൽഷ്യസ് ഐസിനെ മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആക്കി ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഹീറ്റ് റിലീസ്ഡ് when 1 gram steam condenses. 1 gram steam condense ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? That is mass into latent heat of vaporization. Okay, that is given by mass എത്രയാ? 1 gram into latent heat of vaporization എത്രയാ? 540, that is 540 calorie. അപ്പോ സ്റ്റീം കംപ്ലീറ്റ് ആയിട്ട് കണ്ടൻസ് ചെയ്യുമ്പോൾ 540 കാലറി എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യാം. പക്ഷെ അത്ര പോലും റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിന് വേണ്ടിയിട്ട്? ഇതിനെ മെൽറ്റ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കാൻ. അപ്പൊ ഇവിടെ ഏകദേശം എത്ര മതിയാവും? 180 എന്ന് പറയുമ്പോൾ 540യുടെ 1/3. ഇത് ടോട്ടലി റിലീസ് ചെയ്യാൻ പറ്റുന്നതിന്റെ 1/3 മാത്രം മതി. 1/3 മാത്രം കണ്ടൻസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ആ മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീം വാട്ടർ മിക്സ്ചർ ആണ്. അപ്പൊ ഞാൻ നേരത്തെ ഡയഗ്രത്തില് ഏകദേശം 1/3 ഓഫ് സ്റ്റീം കണ്ടൻസ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും മറ്റേ ആൾക്കാർ എവിടെ എത്തിയിട്ടുണ്ടാവും? ഇവിടെ എത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? 100 ഡിഗ്രി സെൽഷ്യസ് എത്തി. രണ്ടുപേരും സെയിം ടെമ്പറേച്ചർ ആയാലും എന്ത് ചെയ്യില്ല? പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫൈനൽ ആൻസർ. The final answer will be 100 degrees Celsius. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. ഫൈനൽ മിക്സ്ചർ ഏതാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ പറയാൻ പറ്റും. ഫൈനൽ മിക്സ്ചർ ഐസ് വാട്ടർ മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? എന്താണ് ബോയിലിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ? വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? Definition of boiling point എന്താണ്? It is the temperature at which both liquid and solid state can coexist. ലിക്വിഡ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് അല്ല, മെൽറ്റിംഗ് പോയിന്റ്. ലിക്വിഡ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ 0 ഡിഗ്രി സെൽഷ്യസിൽ എന്തുണ്ടാവാം? വാട്ടർ ആൻഡ് ഐസ് ക്യാൻ കോഎക്സിസ്റ്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. വേപ്പർ സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. സോ അവിടെ എന്ത് ചെയ്യാം? വാട്ടർ സ്റ്റീം മിക്സ്ചറിന് കോഎക്സിസ്റ്റ് ചെയ്യും. ഒരു മിക്സ്ചറിൽ വാട്ടറും സ്റ്റീമും ആണുള്ളത്. എ മിക്സ്ചർ കണ്ടെയ്ൻസ് വാട്ടർ ആൻഡ് സ്റ്റീം, ഇക്വിലിബ്രിയത്തിലാണ്. വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. എ മിക്സ്ചർ കണ്ടെയ്ൻസ് ഐസ് ആൻഡ് ഫൈനൽ മിക്സ്ചർ കണ്ടെയ്ൻസ് ഐസ് ആൻഡ് വാട്ടർ. വാട്ട് ഈസ് ദി ഫൈനൽ ടെമ്പറേച്ചർ? 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ വാട്ടറും ഐസും കോഎക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിലായിരിക്കും. സ്റ്റീമും വാട്ടറും കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇനി പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ മാത്രമായിട്ട് നിൽക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിൽ. പ്യുവർ ഐസ് മാത്രമാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസ്. -10 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഐസ് മാത്രമേ ഉണ്ടാവൂ. പ്യുവർ സ്റ്റീം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസിനാകും കൂടുതലാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി പ്യുവർ സ്റ്റീം മാത്രം ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ത്രൂ പ്രാക്ടീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു നേരത്തെ, ഈ ക്വസ്റ്റ്യൻ
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ടു ബി ഹോണസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ടോ 2-3 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടോ കലോറിമെട്രിയിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ കലോറിമെട്രി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനൽ മിക്സ്ചർ എന്താവെന്ന് കണ്ടുപിടിക്കുകയാണ്. വി ഹാവ് ടു ഫൈൻഡ് വാട്ട് വിൽ ബി ദി ഫൈനൽ മിക്സ്ചർ. എന്തായിരിക്കും ഫൈനൽ മിക്സ്ചർ എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇതിൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫൈനൽ മിക്സ്ചർ, അതായത് ഫുള്ള് വാട്ടറിനെ ഫുള്ള് സ്റ്റീം കണ്ടൻസ് ചെയ്യാൻ പറ്റുമോ, ഫുൾ ഐസ് മെൽറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെ 10 gram ഓഫ് ഐസ് ഉണ്ട് എന്ന് വിചാരിച്ചു, സോറി 100 gram അല്ല, 10 gram ഓഫ് ഐസ് ഉണ്ട്. അപ്പൊ തന്നെ ഇവിടെ എന്തായിട്ട് മാറും, 800 calorie ഓഫ് ഹീറ്റ് വേണ്ടി വരും ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ, ഫുൾ ആയിട്ട് മെൽറ്റ് ചെയ്യാൻ. അത് ഇയാൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അയാൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, സ്റ്റീമിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ട് കണ്ടൻസ് ചെയ്ത് ഫുൾ ആയിട്ട് കണ്ടൻസ് ചെയ്യും. ഇനിയും ഹീറ്റ് വേണം, ഇനിയും ഐസിനെ മെൽറ്റ് ചെയ്യാൻ ഇനിയും ഹീറ്റ് വേണം. അപ്പൊ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യും. സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. അത് ത്രൂ പ്രാക്ടീസ് മാത്രമേ പറ്റുള്ളൂ. ഞാനിവിടെ കടന്നിട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് കലോറിമെട്രി. ഇത്രയാണ് കലോറിമെട്രിയുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. സോ 52 ഡൺ. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മള് ഇത് കുറച്ച് പിന്നിലാണ് പോകുന്നത്. ഓക്കെ, ഈ സംഭവം കുറച്ച് വിചാരിച്ചത്ര സ്പീഡിൽ ഇത് പോകാൻ പറ്റുന്നില്ല ഈ ചാപ്റ്റർ, കാരണം ഇത് ഫെമിലിയർ അല്ല. ഇപ്പൊ കലോറിമെട്രിയിലെ ക്വസ്റ്റ്യനിലെല്ലാം ഒരുപാട് സമയം പോയി. സോ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് കലോറിമെട്രിയിലെ പ്രോബ്ലംസ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക. കാരണം ഇപ്പൊ നമുക്ക് അതിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ അവസാനത്തോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക. കാരണം കേരള എൻട്രൻസിനൊന്നും അധികം സമയം കിട്ടില്ല ചെയ്യാൻ. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തൽക്കാലം സമയമില്ല, അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ലാഗിങ് ബിഹൈൻഡ് ദി ടൈം. ഓക്കെ, ടൈമിന്റെ പിന്നിലാണ് നമ്മൾ ഓടുന്നത്. അടുത്ത ടോപ്പിക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ജസ്റ്റ് ഒന്ന് ഹെഡിങ് എഴുതി വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് കലോറിമെട്രി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് കൂടുതൽ പറഞ്ഞ് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അത്രയും കൺഫ്യൂഷൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. എപ്പോഴാണ് ബുദ്ധിമുട്ട് വരികയെന്ന് ചോദിച്ചാൽ സ്റ്റീമും ഐസും മിക്സ് ചെയ്യുന്ന കേസ്, അതേപോലെ വളരെ ചെറിയൊരു -50 ഡിഗ്രി സെൽഷ്യസിൽ ഐസും വാട്ടറൊക്കെ മിക്സ് ചെയ്യുന്ന കേസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവസാനത്തോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ അത് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിൽ വരും. ഓക്കെ, അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ അവസാനത്തോട്ട് മാറ്റി വെക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അടുത്ത ടോപ്പിക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ ആസ് ഓഫ് നൗ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.